അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വളരെ ഹൃദയഭേദകമായ കാഴ്ചകളും അതേപോലെ തന്നെ ന്യൂസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വയനാട്ടിൽ നടന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട്. അതിനേക്കാൾ വലിയൊരു ദുരന്തമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നാസ്തികരായ ചില ആളുകൾ അവർ ഇത്തരം പോസ്റ്റുകളിലും ഇത്തരം ചിത്രങ്ങളിലൊക്കെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നൊരവസ്ഥ വളരെ മോശമായി വിശ്വാസികൾ കളിയാക്കുന്ന രൂപത്തിലൊക്കെ കാണാൻ കഴിയാവുന്നതാണ്. അത്തരം ചോദ്യങ്ങളിലൊന്നാണ്, നമുക്കറിയാം എന്തിനാണ് ദൈവം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും അതേപോലെ തന്നെ പ്രകൃതിപരമായിട്ടുള്ള ക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം സാധാരണ വരാറുണ്ട്. അതെ, എന്താണ് അതിനുള്ള ഒരു നൗഫൽക്ക പറഞ്ഞ പോലെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. ലോകത്തെ പല രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അതിൽ അനുശോചനം അറിയിച്ചു. വലിയ വലിയ നേതാക്കന്മാർ അതിനെ സംബന്ധിച്ച് ലോകത്ത് ചർച്ച വരെ ചെയ്ത ഒരു വിഷയമാണ്. രാജ്യത്തിൻ്റെ പട്ടാളവും പോലീസും അങ്ങനെ തുടങ്ങി സാധാരണക്കാരായ ആളുകൾ വരെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടേണ്ടി വന്ന ഒരു മഹാദുരന്തം. ആ ദുരന്തത്തിൻ്റെ ഇടയിൽ എല്ലാവരും ഒന്നിച്ച് അവരുടെ ജീവിതം തന്നെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ചിലരൊക്കെ മാറി നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ചില കമൻറ്റുകളിലൂടെ വലിയ ദുരന്തങ്ങളായി മാറി എന്നുള്ളതാണ്. അവർക്ക് ഇതേ പണിയുള്ളൂ, സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് കമൻ്റ് ഇടുക എന്നുള്ളതാണ്. കറക്റ്റ്. അതെ, സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് അവരൊരു കമൻ്റ് ഇടുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സുഖം അതിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്തുന്നുണ്ട്. അതിൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കലാണ്. അവരൊരിക്കലും ഉത്തരങ്ങൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് അവിടെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് പറഞ്ഞു കൊടുക്കുകയല്ല. മറിച്ച് സാധാരണക്കാരായ ദൈവവിശ്വാസികളുടെ മനസ്സിൽ എന്ത് ചെയ്യണം, കുറേ സംശയങ്ങൾ ഇട്ട് കൊടുക്കണം. അവരെ ഈ സമയത്ത് എന്ത് ചെയ്യണം, ഒന്ന് അങ്കലാപ്പിലാക്കണം, അവരൊന്ന് ഉത്തരം മുട്ടിക്കണം. ഈ സമയത്തും അത്തരം സുഖം കണ്ടെത്തുന്ന അവരുടെ മാനസികാവസ്ഥയെ നമ്മൾ ഏത് പേരിട്ടാണ് വിളിക്കുക? അങ്ങനത്തെ ചില ചോദ്യങ്ങളിലൊന്നാണ് നൗഫൽക്ക് ചോദിച്ചത്. ചില ആളുകൾ ചോദിക്കും, കാരുണ്യവാനായ അള്ളാഹുവാണ് അല്ലെങ്കിൽ കാരുണ്യവാനായ ദൈവമെന്നാണ് നിങ്ങൾ പറയണത്, പിന്നെ എന്തിന് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു? അത് സാധാരണ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇത്രയും വലിയ ഒരു ദുരന്തം, ഏകദേശം ഒരുപാട് ആളുകൾ വെള്ളത്തിലൊലിച്ച് കിലോമീറ്ററുകളോളം 10-40 കിലോമീറ്ററോളം വെള്ളത്തിൽ ഒഴുകിപ്പോയി. പലരുടെയും ശരീരഭാഗം കിട്ടിയില്ല. കിട്ടിയത് തന്നെ ഹൃദയഭേദകമായ അവസ്ഥയിലാണ് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു കുശാഗ്ര ബുദ്ധിയുടെ ചോദ്യമാണ്. അപ്പോൾ പല ആളുകളും ചിന്തിക്കും, അത് ശരിയാണല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇവരെ ചോദിക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകമുണ്ട്. നാസ്തികരെ കൊണ്ട് കാരുണ്യവാനായ ദൈവം എന്തേ വിശ്വാസികളെ രക്ഷപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ എന്തിന് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ നൽകി എന്ന് ചോദിക്കാൻ കാരണമാകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാസ്തികർ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി അവരുടെ മനസ്സിൽ ദൈവത്തെ സംബന്ധിച്ചൊരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ജനങ്ങളോട് ദൈവമുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സങ്കല്പമല്ല, മറിച്ച് ദൈവം ഇല്ല എന്ന് നിഷേധിച്ച് പറയാൻ വേണ്ടി അവർക്ക് എന്ത് ചെയ്യണം, ദൈവത്തെപ്പറ്റി ഒരു കാഴ്ചപ്പാട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദൈവം രക്ഷകനായി വരണം എന്നും, ദൈവത്തിന് രക്ഷകൻ്റെ ഒരു റോള്. അതേപോലെ തന്നെ ദൈവം താൻ ചോദിക്കുന്ന ചോദ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യണം, മുന്നിലേക്ക് കൊണ്ടുവന്ന് തരുന്ന, അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്നുള്ള. അതെ 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 അതെ, അവരുടെ അടിമയായിട്ട്. അതാണ് പോയിന്റ്. അതായത് ദൈവം മനുഷ്യന്റെ അടിമ എന്ന നിലക്ക് ചോദിക്കുന്നതൊക്കെ തരുന്ന ഒരു സെർവ് ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് അവർ ദൈവത്തെ എന്ത് ചെയ്യാണ്, ആദ്യം മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു സാങ്കല്പികമായി അവർ കൊണ്ടുവന്ന് വെക്കണതിന് അവർക്കൊരു ഉദ്ദേശമുണ്ട്. ഇത് ജനങ്ങളെ എന്ത് ചെയ്യുക, അവർക്കൊരു സംശയം ഉണ്ടാക്കിയെടുക്കുന്ന
ഒരു രൂപത്തിലാണ് അവരെന്ത് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. വിശ്വാസികളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക, കറക്റ്റ്, എന്നിട്ട് അവരുടേതായ ആശയം പിന്നെ അവതരിപ്പിക്കുക. സാധാരണ എല്ലായിടത്തും അവർ പറയാറ് നിങ്ങളാണ് എല്ലായിടത്തും മതം പറയാറ് എന്നുള്ളത്. സാധാരണ നമ്മളെ ഈ വിഷയത്തിൽ വിശ്വാസികൾ ആരും ഇവിടെ മതം പറയുന്നില്ല. മതം പറയാതെ ഒരു മതം എന്ന വാക്കുപോലും ഉച്ചരിക്കാതെ പ്രവർത്തിക്കുന്ന സമയത്താണ് ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തുന്നത്. കറക്റ്റ്. അപ്പോൾ ഇതിൽ ഇവരിങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഒന്ന്, ദൈവത്തെപ്പറ്റി അവരൊരു സങ്കല്പം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാദ്യം അവരെന്ത് ചെയ്യും, മുന്നോട്ടൊരു ചോദ്യമായിട്ട് വെക്കും. എന്നിട്ട് അവർക്ക് പറയാനുള്ളിടത്തേക്ക് അവരെന്ത് ചെയ്യും, കൊണ്ടുചെല്ലും. രണ്ടാമത് ഇങ്ങനെ അവരെ ചോദിക്കാൻ പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണെന്നറിയോ? ഈ ദുനിയാവ്, ഈ ഭൗതിക ലോകം അവർക്ക് എന്ത് ചെയ്യണം, സുഖിച്ച് രസിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കണം. ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ദുരന്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെതാണെന്ന് പറയുമ്പോഴേക്കും ആ പരീക്ഷണങ്ങൾക്കും ദുരന്തങ്ങൾക്കൊക്കെ ദൈവം എന്തിനങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്തണം. അതൊരു ധാർമ്മിക ജീവിതത്തിലേക്ക് മനുഷ്യനെ എന്ത് ചെയ്യും, വഴി നടത്തും. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യണം. എത്രത്തോളം അത് തിന്മയാണെങ്കിലും അത് തോന്നിവാസമാണെങ്കിലും ശരി, ഇഷ്ടം പോലെ ഈ ലോകത്ത് ജീവിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് ഇവരെ കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോദിക്കാൻ പ്രേരിപ്പിക്കണം. സത്യം പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കാൻ, ദൈവം ഉണ്ട് എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ നിയമങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ഇടങ്ങേറുണ്ട്. ആ ഇടങ്ങേറിന് തടി ഊരാനുള്ള ഒരു മാർഗം. അതെ, അതായത് ഇപ്പോൾ ദൈവത്തെ അംഗീകരിച്ച ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കണം. ഇനി ഈ ലോകം ഒരു പരീക്ഷണത്തിന്റെ ലോകമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ശേഷം ഇനി ഒരു ലോകമുണ്ട്, പരലോകമുണ്ടെന്ന് എന്ത് ചെയ്യേണ്ടി വരും, അംഗീകരിക്കണം. അപ്പോൾ ദൈവത്തെയും മരണാനന്തര ജീവിതത്തെയും നിഷേധിക്കുക എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇത്തരം ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുക. അപ്പോൾ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് നൽകാനുണ്ട്, വളരെ കൃത്യമായ ഉത്തരം. ഒന്ന്, നാസ്തികർ ദൈവത്തെ മനസ്സിലാക്കിയെടുത്ത് സംഭവിച്ച തെറ്റാണ്. അവർ ദൈവത്തെ മനസ്സിലാക്കിയത് വേറൊരു കോണിൽ നിന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നും രക്ഷകനായി, എന്നും കാരുണ്യവാനായി മാത്രം വരുന്നൊരു ദൈവത്തെ അവർ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അവർ കൊണ്ടുവന്ന് അത് അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ, ഇസ്ലാം എന്താണ് ദൈവത്തെപ്പറ്റി, അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന് കാരുണ്യം മാത്രം ചെയ്യാനേ കഴിയൂ, ഒരാളെ ശിക്ഷിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ദൈവത്തിൻ്റെ ഒരു ദുർബലതയാണ്. അപ്പോൾ പിന്നെ അവനൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിനും കഴിവുള്ളവനെന്ന് വിളിക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞ വാചകം എന്ന് അറിയോ? ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അള്ളാഹു അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലി എന്നാണ്. അതായത് രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്നവൻ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ. ഈ ഒരു അസീസ് എന്ന പേരിനെ അള്ളാഹ് ചേർത്തി പറഞ്ഞത് റഹീമിനോടാണ്. റഹീമിൻ്റെ അർത്ഥം എന്താണ്? ഏറെ കരുണയുള്ളവനെന്നാണ്, കരുണാനിധി എന്നാണ്. അപ്പോൾ കാരുണ്യത്തോടൊപ്പം പ്രതാപശാലി എന്ന അർത്ഥം വരുന്നൊരു പേരിനെ അള്ളാഹ് എന്ത് ചെയ്തു, ചേർത്തി പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് കാരുണ്യവുമുണ്ട്, പ്രതാപവുമുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ശിക്ഷിക്കാൻ, പരീക്ഷിക്കാൻ, കോപിക്കാൻ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ദൈവം യഥാർത്ഥത്തിൽ പരിപൂർണനാകുന്നത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹ് പറയുന്നുണ്ട്, നബി ഇബാദി, നബിയെ എൻ്റെ അടിമകളെ അറിയിച്ചു കൊടുക്കണം അള്ളാഹ് ആരാണെന്ന്. അത് വല്ലാത്തൊരു വാചകമാണ്. അള്ളാഹ് ആരാണെന്ന് എന്ത് ചെയ്യണം, ജനങ്ങൾ അറിയിച്ചു കൊടുക്കണം. എന്നിട്ട് അള്ളാഹ് പറയുന്നത് അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്, ഞാൻ അങ്ങേറ്റം കരുണയുള്ളവനാണ്. അതിനുശേഷം അള്ളാഹ് പറയുന്നുണ്ട് വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അള്ളാഹിൻ്റെ കാരുണ്യം മാത്രമാണ് പറയണതെങ്കിൽ ഒരിക്കലും അള്ളാഹ് അവിടെ ശിക്ഷയെപ്പറ്റി പറയേണ്ടതില്ല, അല്ലേ? അള്ളാഹിൻ്റെ കാരുണ്യത്തെപ്പറ്റി മാത്രം, കാരുണ്യവാനായ ഒരു ദൈവം, രക്ഷകനായ ഒരു ദൈവം എന്ന് നാസ്തികർ ദൈവത്തെ നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു ഫ്രെയിമുണ്ട്. അതാണെങ്കിൽ ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യേണ്ടതില്ല, ഇവിടെ ശിക്ഷയെപ്പറ്റി പറയേണ്ടതില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെപ്പറ്റി വളരെ സത്യസന്ധമായി അള്ളാഹ് എന്ത് ചെയ്യാണ്, പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹ് ആരാണ്, ഏറെ പൊറുക്കുന്നവനാണ്. അതേപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റവും വേദനയുള്ള ശിക്ഷയാണ്. അപ്പോൾ പൊറുക്കാനും കരുണ കാണിക്കാനും കഴിയുന്നത് പോലെ അള്ളാഹുവിന് എന്തുണ്ട്, ശിക്ഷിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാൽ അവൻ ശിക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, കോപിക്കുന്നവനാണ്.
അപ്പം ഇത് യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനൊരു കാരണമുണ്ട്. ഇതൊക്കെ നിഷേധിച്ചാൽ മാത്രമാണ് ഇവർക്ക് തിന്മകൾ എത്ര ചെയ്താലും എങ്ങനെയെങ്കിലൊക്കെ എക്സ്ക്യൂസ് ഉണ്ടാകണം. അതായത് മരണം വരെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം? തിന്മ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കാരുണ്യവാനായ ദൈവമല്ലേ, അപ്പം ശിക്ഷിക്കുന്നൊരു ദൈവത്തെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അംഗീകരിക്കാൻ കഴിയില്ല. കാരണം തിന്മ ചെയ്താൽ, അധാർമികതകൾ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുമെന്നുള്ളത് ഇവരെ തെറ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു വിലങ്ങുതടിയാകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ദൈവത്തെ ഇവരെന്ത് ചെയ്യുന്നു? വേറൊരു രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഇസ്ലാം ദൈവത്തെ കൃത്യമായി ഒരു കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. അള്ളാഹ് റഹ്മാനാണ്, റഹീമാണ്. അതുപോലെ അള്ളാഹു തെറ്റുകൾ ചെയ്യുന്നവരെ ശക്തമായി ശിക്ഷിക്കാൻ അധികാരമുള്ള അസീസായ അള്ളാഹുവാണ്. ഇനി നോക്കൂ, ഭൗതികമായ ഈ ലോകം, അത് എന്തിനാണ് ഈ ലോകത്ത് ദൈവം പരീക്ഷിക്കുന്നതെന്നുള്ളത് നമ്മളൊരു സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകത്ത് ഒരിക്കലും പരിപൂർണമായൊരു നീതി ഒരു മനുഷ്യന് ലഭിക്കുന്നില്ല. ഇവിടെ നീതിയുണ്ട്, അനീതിയുണ്ട്. ഇവിടെ സത്യമുണ്ട്, അസത്യമുണ്ട്. ഇവിടെ നന്മയുണ്ട്, തിന്മയുണ്ട്. എല്ലാത്തിനും ഒരു രണ്ട് വശങ്ങളുണ്ട്. ഇത് രണ്ടും നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. പരീക്ഷണമല്ലായിരുന്നെങ്കിൽ നന്മ മാത്രം മതിയായിരുന്നു, നീതി മാത്രം മതിയായിരുന്നു, അല്ലേ? പക്ഷെ ഇവിടെ രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന് ശരിയുടേതാണ്, മറ്റൊന്ന് തെറ്റിൻ്റേതാണ്. അപ്പോൾ ദൈവം ശരിയും തെറ്റും ഇവിടെ സംവിധാനിച്ചത് ഈ ജീവിതം ഒരു ചോയ്സിനുള്ളതാണ്. ഇതൊരു പരീക്ഷിക്കപ്പെടാനുള്ളതാണ്. എല്ലാവർക്കും നീതി, ഇവിടെ ഒരു പരിപൂർണ നീതി നമുക്ക് ഈ ലോകത്ത് ഒരിക്കലും കിട്ടൂല. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ പോലീസും കോടതിയും ഭരണകൂടവും അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരാളൊരു തെറ്റ് ചെയ്താൽ ഇവിടെ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ശിക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ ശിക്ഷ പലപ്പോഴും എന്താണ്? അത് നീതിയുക്തമല്ല. ഇപ്പോൾ 100 പേരെ കൊന്ന ഒരു മനുഷ്യനെ പരമാവധി എത്ര ശിക്ഷ കൊടുക്കാൻ പറ്റും? എത്ര കൊടുക്കാൻ പറ്റും? ഒരു തവണ മാക്സിമം തൂക്കിക്കൊല്ലാൻ പറ്റും. ജീവിതത്തിൽ ഒരു തവണ മാത്രം ഒരാളെ കൊന്നുപോയ മനുഷ്യൻ, അയാൾക്കും മാക്സിമം കൊടുക്കുന്ന ശിക്ഷ എത്രയായിരിക്കും? ഒരു തവണ കൊല്ലുക എന്നുള്ളതാണ്. ഇത് രണ്ടുപേരും എങ്ങനെ തുല്യമാവും, അല്ലേ? അതേപോലെ തന്നെ ഇപ്പോൾ നന്മ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് നന്മ ചെയ്ത ആളുകളുണ്ട്. ഇത് ആരെയും അറിയിക്കാതെ, പുറത്തു പറയാതെ നന്മ ചെയ്ത് രഹസ്യമാക്കി വെക്കുന്ന മനുഷ്യരുണ്ട്. ആളുകളുടെ പ്രശസ്തിക്ക് വേണ്ടി അതെ അതെ പലരും ക്യാമറക്ക് മുന്നിൽ വരും, പക്ഷെ ചില ആളുകൾ ക്യാമറക്ക് മുന്നിൽ വരില്ല, അവരെ ആരും കാണുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് അർഹമായ ഒരു പ്രശംസയും പ്രതിഫലവും നൽകപ്പെടേണ്ടതുണ്ട് എന്ന് മനുഷ്യൻ്റെ മനസ്സെന്ത് ചെയ്യുന്നുണ്ട്? ആവശ്യപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ തിന്മ ചെയ്ത മനുഷ്യൻ, ഇപ്പം നമുക്കറിയാം ചില രാജ്യങ്ങളുടെ ഭരണാധികാരികൾ ഇന്നുമുണ്ട്. നമ്മുടെ ലോകത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ, അല്ലേ, ഗാസയിലും ഫലസ്തീനിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് അല്ലെങ്കിൽ കിരാതനമായ പ്രവർത്തനം, മനുഷ്യൻ്റെ മനസ്സുകളെ വേദനിപ്പിക്കുന്ന അത്രയും വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെ പോലുള്ള ഭരണകൂടവും അതിൻ്റെ ഭരണാധികാരികളൊക്കെ അവരിന്നും ഇവിടെ എന്ത് ചെയ്യാണ്? സുഖലോലുപതയിൽ കഴിയാണ്. അവരാണ് ലോകത്തിന്റെ നിയന്ത്രിക്കുന്നത്. അതെ, കാരണം ലോകം അവരുടെ കൈകളിലാണ് എന്ന ധാരണയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഇവിടെ എത്രയോ പിഞ്ചു പൈതലുകൾ, അല്ലേ, നമുക്കറിയാം കൃത്യമായ കണക്ക് പറഞ്ഞാൽ 10,000-40,000 ആളുകൾ ഈ ഒരു ഇടക്കാലഘട്ടത്തിൽ തന്നെ മരിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതലും കുട്ടികളാണ്, പിഞ്ചു പൈതലുകളാണ്. ഇവർക്ക് എവിടെ നീതി ലഭിക്കും? ഇവർക്ക് ഏത് കോടതിയിൽ നീതി ലഭിക്കും? UN പോലും, അതായത് എല്ലാ രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഒരു നീതി നടപ്പാക്കാൻ ഇടപെടാൻ കഴിയുന്നില്ല. അപ്പോൾ ഏത് കോടതിയിൽ പോയിട്ട് ഗാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ലോകത്ത് എവിടെ പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളാകട്ടെ അവർക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും? അവർ ഇവിടെ ആക്രമിക്കപ്പെട്ട് അവർ കൊല്ലപ്പെട്ടു പോകുന്നു. ഇനി നമ്മളൊന്ന് നേരെ നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ആരോഗ്യത്തോടെ നടന്നു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. അതിൻ്റെ ഇടയിൽ വികലാംഗനായി നടന്നു പോകുന്ന ആളുകളുണ്ട്, അല്ലേ? ആ മനുഷ്യനുമുണ്ട് ആരോഗ്യത്തോടെ എന്ത് ചെയ്യണം? നടന്നു പോകണമെന്ന്. അപ്പം അയാൾക്ക് ആരോഗ്യത്തോടെ നടന്നു പോണ മനുഷ്യനും ഈ വികലാംഗനാകുന്ന മനുഷ്യനെയും നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, തുല്യതപ്പെടുത്താൻ കഴിയില്ല. അവിടെ അദ്ദേഹത്തിന് കുറേ കുറവുകളുണ്ട് വികലാംഗനായ മനുഷ്യന്.
അയാൾക്ക് ആ കുറവുകൾക്ക് എന്ത് ചെയ്യണം? അർഹമായൊരു പ്രതിഫലം കിട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല, പിന്നെ ഇപ്പോൾ സമ്പത്തും ആയുധങ്ങളൊക്കെ ഉള്ള ആളുകൾ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പിന്നെ ന്യായാധിപന്മാരെയും അതേ ഭരണകർത്താക്കളൊക്കെ സ്വാധീനിച്ച് അവരുടെ തെറ്റുകളും ഇതൊക്കെ മറച്ചു വെക്കാനും സുഖമായി ആ തിന്മകളൊക്കെ ചെയ്തിട്ടും നാട്ടിലൂടെ നടക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. നമ്മൾ അനുഭവങ്ങളുള്ള കാര്യങ്ങൾ. തീർച്ചയായും ഇവർക്കൊന്നും അതിൻ്റെതായ അവർ ചെയ്ത തിന്മക്ക് അതിൻ്റെതായ ഒരു ശിക്ഷ ഇവിടെ ലഭിക്കുന്നില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ലോകത്ത്, നമ്മൾ ഈ ആധുനിക ലോകത്ത് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരിയാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർ കൊന്ന ജൂതന്മാരുടെ കണക്ക് നമുക്ക് എന്താ പറയുക, ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. പക്ഷെ ആ ഹിറ്റ്ലർ സ്വയം ആത്മഹത്യ ചെയ്ത് മരിക്കണത്. അദ്ദേഹത്തെ ആരും എന്ത് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. സ്വയം ആത്മഹത്യ ചെയ്ത് മരിക്കുന്നു. എവിടെയാണ് ആക്രമിക്കപ്പെട്ട മനുഷ്യർക്ക് നീതി ലഭിക്കുക? എങ്ങനെയാണ് ഈ അക്രമിയായ ഭരണാധികാരിയെ ഒരു യഥാർത്ഥ രൂപത്തിൽ ശിക്ഷിക്കാൻ കഴിയുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലെടുത്ത് നോക്കിയാൽ, ഒരു ഭാഗത്ത് സമ്പന്നതയിൽ ജനിച്ച് ജീവിച്ച് സമ്പന്നതയിൽ മരിച്ചു പോണ ആളുകൾ. ചില ആളുകൾ ദാരിദ്ര്യാവസ്ഥയിലാണ് ജനിച്ചതും ജീവിച്ചതും മരിച്ചു പോകുന്നതും. അപ്പോൾ ഈ സമ്പത്തും ദാരിദ്ര്യവും ഇവിടെ രണ്ട് ഭാഗമുണ്ട്, പണക്കാരനും പണിക്കാരനും, അല്ലേ? അപ്പോൾ ഇവിടെ അവർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ദുനിയാവിൽ ഒരേപോലെ സുഖം കിട്ടുന്നില്ല, ഒരേപോലെ ആസ്വാദനം കിട്ടുന്നില്ല, ഒരേപോലെ അവർക്ക് നന്മകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒരേപോലെ നന്മ കിട്ടുന്ന ഒരു ലോകം വേണം, ഒരേപോലെ നീതി ലഭിക്കുന്നൊരു ലോകം വേണം. ഇത് ഇസ്ലാം കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ ദേഹവും മരണം ആസ്വദിക്കും. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നിങ്ങളെ നാം നന്മ കൊണ്ടും ഷെറ് കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും നിങ്ങളെ നാം എന്ത് ചെയ്യും? ഫിത്ന, അല്ലാഹ് പരീക്ഷിക്കും. അപ്പോൾ ഖൈറും ഷെറും തരും, നന്മയും തിന്മയും തരും. ആ നല്ല അവസ്ഥയും തരും, മോശം അവസ്ഥയും തരും. ചിരിക്കാനുള്ള അവസരവും തരും, കരയാനുള്ള അവസരവും തരും. സൂറത്തു നജ്മിൽ അള്ളാഹിനെ പറ്റി പറഞ്ഞറിയോ? അവൻ നിങ്ങളെ ചിരിപ്പിച്ചവനും കരയിപ്പിച്ചവനുമാണ്. അപ്പം നമുക്ക് രണ്ടവസ്ഥകൾ, ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയും സന്തോഷത്തിൻ്റെ അവസ്ഥയും അള്ളാഹ് നൽകിക്കൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ പരീക്ഷിക്കും. രണ്ടും നമുക്ക് പരീക്ഷണമാണ്. നന്മ തന്നാലും അതൊരു പരീക്ഷണമാണ്. ഇനി നമുക്കൊരു മോശം അവസ്ഥയാണെങ്കിൽ അതും പരീക്ഷണമാണ്. പക്ഷെ ഇലൈന തുർജഊൻ, നമ്മളിലേക്കാണ് അവർ മടങ്ങി വരുന്നത്. മരണത്തെയും ജീവിതത്തെയും സംബന്ധിച്ച് അള്ളാഹ് പ്രതിപാദിക്കുന്നിടത്ത് മറ്റൊരിടത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മുടെ ലൈഫിൻ്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യൻ്റെ ലൈഫിൻ്റെ എയിം എന്താണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ വചനം. നമുക്കറിയാം, നമ്മൾ ജനിച്ചത് മുതൽ മരണം വരെ നമ്മളെന്ന വ്യക്തി ഈ ലോകത്ത് എന്തിനു വന്നു, ഈ ലോകത്ത് എന്തിന് ജീവിച്ചു? അള്ളാൻ്റെ മറ്റൊരു ചോദ്യമുണ്ട്, ഹല്ലത അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. അതായത് മനുഷ്യൻ അവന് പ്രസ്താവ്യമല്ലാത്ത, അതായത് അവൻ പറയപ്പെടാൻ കഴിയുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരുന്നൊരു കാലഘട്ടമുണ്ട്. എക്സാമ്പിൾ, ഇപ്പോൾ നൗഫൽക്കാക്ക് എത്ര വയസ്സായിട്ടുണ്ട്? 40. ഇപ്പോൾ എനിക്കൊരു 31 ആയിട്ടുണ്ട്. നമ്മുടെയൊക്കെ വയസ്സ് നമ്മളിൽ നിന്ന് ലെസ് ചെയ്താൽ നമ്മളൊക്കെ ഒരു ബ്ലാങ്കാണ്, ഒരു ശൂന്യമാണ്. ഞാൻ 31 കൊല്ലം മുമ്പ് എവിടെയാണ്? അതാണ് മദ്കൂറായ, പ്രസ്താവ്യമായി നമുക്ക് പറയപ്പെടാൻ ഒരു അഡ്രസ്സ്, ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു കാലം അവന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലാങ്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഒരു അഡ്രസ്സ്, ഐഡൻറ്റിറ്റിയുള്ള ഇത്ര ഏജ് എത്തിയ ഒരാൾ ഇവിടെ എത്തി നിൽക്കുന്നു. എങ്ങനെ? ഇനി എന്ത്? ഇനി അവൻ മരണത്തോടെ അവസാനിക്കുമെങ്കിൽ അവൻ ഇവിടെ കണ്ട സ്വപ്നങ്ങൾ, ഇവിടെ പ്ലാൻ ചെയ്ത ജീവിതങ്ങൾ, അല്ലേ, പലതും അവിടെ അവൻ ബാക്കിയാക്കിയിട്ടാണ് പോണത്. അപ്പോൾ ഇതിനൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണ്? അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ഒരു നൈമിഷികമായ ഈ ജീവിതത്തിൽ അവൻ അല്ലാഹു നല്ല സാഹചര്യങ്ങളും മോശം അവസ്ഥകളും കൊടുത്തു. അതിലേറ്റവും നന്നായി ആ ഒരു അവസ്ഥയിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് നാളെ പരലോക ജീവിതത്തിൽ എന്തുണ്ട്? രക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു ദുനിയാവ്, ഈ ഒരു ഇഹലോകം എന്താണ്? ഒരു പരീക്ഷണത്തിൻ്റെ ലോകമാണ് എന്നാണ് ഇസ്ലാം മനുഷ്യരുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്.
സത്യത്തിൽ ഈ ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കറിയാം മുസ്ലിങ്ങളായ അല്ലെങ്കിൽ വിശ്വാസികളായ ആളുകളിൽ ആത്മഹത്യ കുറയാനുണ്ടായ കാരണം ഈ ഒരു കാരണമാണ്. കാരണം ഈ ഒരു പ്രതീക്ഷ, അതായത് നാളത്തെ ലോകം എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഇതിനൊക്കെ എനിക്ക് പ്രതിഫലം ഇത് ക്ഷമിച്ച് നിന്നാൽ എനിക്ക് പ്രതിഫലം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ. നേരെ മറിച്ച് ആത്മഹത്യകൾ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളേതാണ് അല്ലേ? നമുക്കറിയാം ഇവർ ഈ പറയുന്ന പിന്നെ ദൈവത്തെ നിഷേധിക്കുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ അതനുഭവിക്കുന്ന രാജ്യങ്ങൾ, അല്ലെങ്കിൽ മതവിശ്വാസികളല്ലാത്ത ആളുകൾ, അവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷനും അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അവരുടെ ആത്മഹത്യയിലേക്ക്, നാളത്തെ ഒരു ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, അവർക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. നേരെ മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ലോകമുണ്ട്, അവിടെ എനിക്ക് ഇതിനൊക്കെ പ്രതിഫലം കിട്ടും ക്ഷമിച്ചാൽ എന്നുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ടായിരിക്കും. അതെ തീർച്ചയായും. അതായത് നമുക്കറിയാം മുസ്ലിമീങ്ങൾക്കിടയിൽ ആത്മഹത്യയുടെ റേറ്റ് കുറയാനൊരു കാരണം മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിലൊരു ഫെയ്ത്തുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അത് ഇവിടെ ഇത് നഷ്ടമായാലും മരണാനന്തരം അത് ലഭിക്കും എന്ന ഒരു പോസിറ്റീവായ ചിന്ത അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള നഷ്ടങ്ങൾ അവന് വലിയ നഷ്ടങ്ങളായി അവൻ എന്ത് ചെയ്യാറില്ല, അതിനെ വിലയിരുത്താറില്ല. പലപ്പോഴും പല ആളുകൾ ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണം എന്താ, ഇതാണ് ജീവിതം, ഇത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഇപ്പം ഇത്തരം ദുരന്തങ്ങളിലൊക്കെ ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട്, ആ വീട്ടിലേക്കൊന്ന് കയറിയിരിക്കാൻ പോലും ചിലപ്പം കഴിഞ്ഞെന്ന് വരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയ സമയത്ത് അല്ലേ അവൻക്ക് ഒരു പ്രതീക്ഷ എന്നുള്ളത് ഇത്തരം ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്കൊരു പ്രതീക്ഷ, അത് ഈ ഒരു വിശ്വാസമാണ്. അതെ, കറക്റ്റ്, തീർച്ചയായും. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുമ്പോഴാണ് അവന് ഈ ലോകത്തെ നഷ്ടങ്ങൾക്ക് ഇനി എനിക്കെന്ത് ചെയ്യും, അതൊക്കെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ടാകുക. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ അധ്വാനിച്ച ഒരു പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചത് മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ ഇല്ല, ഈ നഷ്ടത്തിനൊക്കെ എനിക്ക് എന്ത് ചെയ്യും, ഒരാൾ എനിക്ക് അതിന് പ്രതിഫലം തരും, എന്നെ സൃഷ്ടിച്ച ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്നൊരു ഉറച്ച വിശ്വാസം അവനൊരു പ്രതീക്ഷയാണ്. നമുക്കറിയാം എല്ലാ മനുഷ്യരും പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലുമാണ്. അതുകൊണ്ടാണ് ഏതൊരു വിഷയം നന്മ പഠിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ഒരു അതിഥിയെ, ഒരു ഗസ്റ്റിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പോലും ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും ഉണ്ടെങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ, അവൻ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ. എന്തുകൊണ്ട്? ആ അതിഥിയെ ആദരിക്കുന്നിടത്ത് പോലും അള്ളാഹുവിൻ്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടും, മരണാനന്തര ജീവിതത്തിൽ ഇതെനിക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഒരു ചെറിയ നന്മയെപ്പോലും വലിയ നന്മയായിട്ട് എന്ത് ചെയ്യാണ് ഇസ്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം മക്ക കാലഘട്ടത്തിലെ മനുഷ്യർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി കടന്നു വരുന്ന 1400 കൊല്ലം മുമ്പുള്ള ആ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗത്തിൽ ജീവിച്ചിരുന്നവരാണ്. അവർക്ക് ധാർമ്മികത എന്താണെന്നറിയില്ല, അവർക്ക് നന്മ എന്താണെന്നറിയില്ല. എന്തു പറഞ്ഞാലും യുദ്ധത്തിന് തയ്യാറെടുക്കുന്നൊരു ജനത, രക്തം ചീന്തുന്നൊരു ജനത. ഈ ജനതയുടെ മുന്നിൽ പോയിട്ട് മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഞങ്ങളുടെ എല്ലുകളൊക്കെ ദ്രവിച്ചതിന് ശേഷം ഇനിയും ഞങ്ങൾ ജീവിക്കുമെന്നോ? അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ അവരെ പരിവർത്തിച്ചെടുത്തത് എങ്ങനെയാണ്? അധാർമികമായൊരു സമൂഹത്തെ ധാർമ്മികതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ജനതയായി, ധാർമ്മികതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാകുന്നൊരു ജനതയായി അവരെ മാറ്റിയെടുപ്പിച്ച ഒരു ഘടകം മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ്. അവിടെ തിന്മ ചെയ്തുകൊണ്ടാണ് അവിടെ കടന്നു ചെല്ലണമെങ്കിൽ പിടിക്കപ്പെടും, നന്മ ചെയ്തുകൊണ്ടാണ് അവിടെ കടന്നു ചെല്ലുന്നതെങ്കിൽ അവിടെ ആദരിക്കപ്പെടും. അപ്പോൾ ഈ ഒരു തോന്നൽ അവരുടെ ഹൃദയത്തിൽ അടിയുറച്ചപ്പോൾ അവരെന്ത് ചെയ്തു? സകല തിന്മകളെയും മാറ്റിവെച്ചു. നമുക്കറിയാം, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി, ചെറിയ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പോയി, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നാൽ വാപ്പ ശിക്ഷിക്കും, ഉമ്മ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യും എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് പരമാവധി പോകാതിരിക്കും, അല്ലേ? പക്ഷേ വീട്ടിൽ എങ്ങനെ വന്നാലും ചെല്ലണം. ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാപ്പാൻ്റെ ചോദ്യമുണ്ട്. അപ്പോൾ ഇത് ഒരു അളവോളം ഒരു കുട്ടിയെ എന്ത് ചെയ്യും? തെറ്റ് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കും. അതൊരു ഘടകമാണ്. അപ്പോൾ ഇതൊരു മാനുഷികമായ ഒരു മനുഷ്യൻ്റെ പ്രകൃതിയിൽ അലിഞ്ഞ കാര്യമാണ്. ഒരു തെറ്റ് ചെയ്താൽ ചോദ്യം ചെയ്യപ്പെടും എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് അവൻ ധാർമ്മിക ജീവിതം
ഒരാൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു നാസ്തികനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് നന്മ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. ഇപ്പോൾ ഈ അടുത്ത് പിന്നെ ഞാനൊരു വീഡിയോ ക്ലിപ്പ് അബ്ദുല്ലാബാസിലുമായിട്ട് ഒരു പ്രശസ്ത നാസ്തികൻ മൈത്രേ എന്ന് പറഞ്ഞ അദ്ദേഹമായ സംഭാഷണത്തിടക്ക് ഒരു ഡിബേറ്റിൽ അബ്ദുല്ലാബാസിൽ ചോദിക്കുന്നുണ്ട്. അതായത് ബസ്സിൽ കയറിയിട്ട് പിന്നെ ഒരു സ്ത്രീ, നമ്മളിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ, ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന സ്ത്രീക്ക് എണീറ്റ് കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ എണീറ്റ് കൊടുക്കേണ്ടെന്ന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആര് പറയുന്നത്, നാസ്തികൻ പറയുന്നത്. ഒരു ഉപകാരം ചെയ്യണ്ട, ആവശ്യമില്ല. അല്ലേ, അതിനൊരു ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. അതെ. ആ മൈത്രേയന്റെ മറ്റൊരു വാചകം കൂടി ഉണ്ട്. അതായത് നന്ദി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. നന്ദി വേണ്ട. ഒരാൾ ഉപകാരം ചെയ്തു തന്നാൽ താങ്ക്സ് പറയണ്ട, നന്ദി വേണ്ട. നന്ദി ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നും എന്ത് ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് മൃഗങ്ങൾ പോലും എന്ത് ചെയ്യും, ഒരു വേള നന്ദി കാണിച്ചേക്കും. പക്ഷെ ആ മൃഗത്തെക്കാളും തരം താഴുന്ന ഇപ്പൊ ഈ വയനാടിന്റെ സംഭവം തന്നെ ഒരു നായയുടെ വിഷയം അതിന്റെ യജമാനനെ കണ്ടപ്പോൾ അല്ലേ, അതിന് ഭക്ഷണം കൊടുത്തിരുന്ന, അല്ലെങ്കിൽ അതിന്റെ യജമാനങ്ങൾ അതിനുണ്ടായൊരു സന്തോഷവും ഒരു നന്ദി പ്രകടനങ്ങളും അതുപോലും ഇത്തരം ആളുകൾക്ക് ഇല്ല എന്നുള്ളതാണ്. കറക്റ്റ്. അപ്പം സഫാനയുടെ സൂചിപ്പിച്ച ഇപ്പോൾ ഇതെല്ലാം പരീക്ഷണങ്ങളാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലോ. അതെ. ഭാവി അങ്ങനെ ഒരു പിന്നെ സമയത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം അറിയുന്നവനാണ് ആര്? അള്ളാഹു. ദൈവം വിശ്വസിക്കുന്ന അള്ളാഹു എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അള്ളാഹുവിന് ഈ പരീക്ഷണത്തിൻ്റെ ആവശ്യം എന്തിനാ? അതെ, ഇത് നാസ്തികർ ഇടക്ക് കമന്റ് ബോക്സ് നടക്കുന്ന ചോദ്യമാണ്. ഇടക്കിടക്ക് ഏതെങ്കിലും ഒരു ചില ഇസ്ലാമിക് പോസ്റ്റുകളോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ വരുമ്പോൾ, അതല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ അവർ കമന്റ് ബോക്സ് നിറക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾക്ക് തോന്നി, ശരിയാണല്ലോ, ദൈവം എല്ലാം അറിയുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, പിന്നെ എന്തിനു പരീക്ഷിക്കുന്നു? യഥാർത്ഥത്തിൽ അള്ളാഹിനെ ഇവരറിഞ്ഞെടുത്തുള്ളൊരു പ്രശ്നമാണ് ഒന്ന്. രണ്ടാമത്തത്, നമ്മളൊരു നല്ലൊരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഈ വിഷയം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ലോകം ഒരു പരീക്ഷണമാണെന്ന് നമ്മൾ പറയുന്നു. ഈ ലോകത്ത് ജീവിക്കണ ഞാനും നിങ്ങളൊക്കെ ഒരു അധ്യാപകൻ്റെ മുന്നിൽ വിദ്യാർത്ഥിയായിട്ടിരുന്നവരാണ്. ഒരു അധ്യാപകൻ്റെ ക്ലാസ് റൂമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അധ്യാപകനൊക്കെ ആയിട്ടുണ്ടാകാം. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ഒരു 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഈ 50 കുട്ടികളെ സംബന്ധിച്ചും ആ അധ്യാപകന് കൃത്യമായി അറിയാം. ആ കുട്ടികളുടെ കപ്പാസിറ്റി അറിയാം, കഴിവിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, അവന് ചില ആളുകൾക്ക് എത്ര ബൈഹാർട്ട് ചെയ്യാൻ കഴിയുമെന്ന് വരെ ചില അധ്യാപകർക്ക് എന്ത് ചെയ്യാം, അറിയാൻ പറ്റും. അപ്പോൾ അത് അധ്യാപകൻ്റെ ഒരു കഴിവാണ്. പക്ഷെ അതേ അധ്യാപകൻ തന്നെ എന്ത് ചെയ്യാണ്, കുട്ടികളെ പരീക്ഷ ഇടുകയാണ്. ഒരു എക്സാം നടത്തി പേപ്പറൊക്കെ വാങ്ങി. പക്ഷെ ആ അധ്യാപകൻ പറയുന്നു, ഇന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യും, തോൽക്കും, ഇന്ന കുട്ടികളൊക്കെ ജയിക്കും. ഇത് ആ അധ്യാപകൻ മുൻകൂട്ടി തീരുമാനിച്ചത് എന്തിനാണ്? അത് ആ കുട്ടിയെ തോൽപ്പിക്കാനല്ല, ചില കുട്ടികളെ ജയിപ്പിക്കാനല്ല, മറിച്ച് ഏറ്റവും ഇൻ്റലിജൻ്റായ ഒരു അധ്യാപകനാണതെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അത്രയും നാളും ആ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകന് ഒരു കുട്ടിയുടെ നിലവാരം എവിടെ എത്തിയെന്നറിയാം. അതെ, ഇന്ന ക്വസ്റ്റ്യൻ അവന് ആൻസർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് അറിയാം. പക്ഷെ എന്നിട്ടും പരീക്ഷ നടത്തുന്നു. അതാണ് രസം. ആ കുട്ടിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റൂല. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്ന ടഫാണ്. അത് അധ്യാപകന്റെ അനുഭവമാണ്. മറിച്ച് അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെയല്ല, എല്ലാം അറിയുന്നവനാണ്. അതെ, അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ ഒരു കേവലം നമ്മളൊക്കെ പഠിച്ചു വന്ന ഒരു ക്ലാസ് റൂമിൻ്റെ അകത്തിരിക്കുമ്പോൾ അതിൽ തന്നെ ഒരു അധ്യാപകന് നമ്മളെപ്പറ്റി കൃത്യമായി വിലയിരുത്തി പരീക്ഷയ്ക്ക് ഇവൻ തോക്കോ ജയിക്കോ എന്നുള്ളത് വിലയിരുത്താൻ പറ്റുമെങ്കിൽ സർവജ്ഞാനിയായ അള്ളാഹ്, എല്ലാം അറിയുന്ന അള്ളാഹ്, ആ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടിച്ച സൃഷ്ടികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മൾ ആരായിത്തീരും, നമ്മൾ എന്തായിത്തീരും, അതേപോലെ തന്നെ നമുക്കൊരു പരീക്ഷണങ്ങൾ തരുമ്പോൾ അതെന്തിനാണ് എന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. അള്ളാഹുവിൻ്റെ അറിവിനെ നാസ്തികരെങ്ങനെയെന്നറിയോ ചോദ്യം ചെയ്യുന്നത്? നാസ്തികരുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അള്ളാഹ് എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ അള്ളാഹു എല്ലാം ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. അള്ളാഹ് ചിലത് നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അള്ളാഹ് എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ദൈവം എന്തിനായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ നമുക്ക് പല ചോദ്യങ്ങളുണ്ടാവും. നാസ്തികർ യഥാർത്ഥത്തിൽ ഇതിനെ തുലനം ചെയ്യാൻ നോക്കണത് എങ്ങനെയാണ്? ദൈവം എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ കാരണം എന്ത് ചെയ്യണം, മനുഷ്യനറിയണം.
ഇവരുടെ ചോദ്യത്തിന്റെ അകക്കാമ്പ് അതാണല്ലോ. ഇപ്പൊ സർവജ്ഞാനിയാണല്ലോ ദൈവം, പിന്നെ എന്തിനു പരീക്ഷിക്കുന്നു? അപ്പൊ ആ പരീക്ഷിക്കുന്നതിന്റെ കാരണം നാസ്തികർക്ക് അറിയണം. അപ്പൊ പിന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവം എല്ലാം അറിയുന്നവനാണ്, മനുഷ്യൻ നിസ്സഹായനാണ്, അവന് പഠിപ്പിക്കപ്പെട്ടത് മാത്രമേ അറിയൂ. അള്ളാഹു ദൈവം പഠിപ്പിച്ചത് അറിയുന്നവനാണ് മനുഷ്യൻ, പക്ഷേ അള്ളാഹു ആകട്ടെ എല്ലാ കാര്യത്തെപ്പറ്റി അറിയുന്നവനാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ അള്ളാഹിൻ്റെ അറിവിനെപ്പറ്റി ഒരുപാട് ആയത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ചിലത് ഞാൻ പറയാം. ഒന്ന്, ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാണ്. മറ്റൊരിടത്ത് അള്ളാഹ് പറഞ്ഞത് അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ പടപ്പുകളിലും അള്ളാഹുവിൻ്റെ അറിവ് എന്ത് ചെയ്തിരിക്കുന്നു? മറച്ചു വെച്ചിരിക്കുന്നു. അതായത് അള്ളാഹ് ചൂഴ്ന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അള്ളാഹു എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇല പോലും കൊഴിയുന്നത് അള്ളാഹ് അറിയാതിരിക്കൂല. ഖുർആൻ അത് വ്യക്തമാക്കി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹ ഇല്ലാ ഹുവ, മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഗൈബ്. ഇസ്ലാം അത് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അദൃശ്യജ്ഞാനം അത് ലോകത്ത് ഒരാൾക്കും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയൂ. അപ്പം മനുഷ്യൻ അറിയാത്ത നിഗൂഢമായ കുറേ അറിവുകളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇത്രയും വലിയൊരു ആധുനിക ലോകത്തെത്തിയിട്ടും വലിയ ടെക്നോളജിയൊക്കെ നമ്മൾ കൈവരിച്ചിട്ടും നമുക്ക് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പുഴയിലേക്ക് പോയ ഒരു ലോറിയും മനുഷ്യനും, ആ ലോറിയെയും മനുഷ്യനെയും ഇതുവരെ നമ്മൾ ഉപയോഗിച്ച എല്ലാ ടെക്നോളജിയും പരാജയപ്പെട്ടു. ആദ്യം ഒരു ഉപകരണം കൊണ്ടുവന്നു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അതിനേക്കാൾ എന്ത് ചെയ്തു, ഇമ്പ്രൂവ് ആയിട്ടൊരെണ്ണം കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യയിൽ നിലവിൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അതെല്ലാം ഉപയോഗിച്ചിട്ടും ഒരു ലോറി ഉൾപ്പെടെ പോയ മനുഷ്യനെ ഇതുവരെ ഒരു പുഴയിൽ നിന്ന്, കടൽ പോട്ടെ, ഒരു പുഴയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ 100-ലധികം ആളുകളെ മിസ്സായി, ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കണ്ടെത്താൻ നമ്മൾ ഏത് ഉപകരണമാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ നമുക്കറിയാം, നിഗൂഢമായ കുറേ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇതിനെപ്പറ്റി അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും കാര്യങ്ങൾ അറിയുന്നു. ഇങ്ങനെ അറിയാൻ ലോകത്ത് ആർക്ക് പറ്റും? ഒരു മനുഷ്യനും കഴിയില്ല, ഒരു ഉപകരണത്തിനും സാധിക്കൂല. എന്നിട്ട് അള്ളാഹ് തുടർന്നു, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടികളും മരങ്ങളും നമ്മൾ പിടിപ്പിച്ചതാണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിരിക്കും. പക്ഷെ അതിലെത്ര ഇലയുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂല. വിത്തിട്ടത് ഞാനാണ്, വെള്ളമൊഴിച്ചു കൊടുത്ത ഞാനാണ്, അത് വളർന്നു വലുതായി അതിൽ ഒരുപാട് ഇലകൾ എന്ത് ചെയ്തു, മുളച്ചു പൊന്തി, അതിലെ ഇലകൾ കൊഴിഞ്ഞുപോയി. പക്ഷേ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഇലകൾ കൊഴിയുന്നതും മുളക്കുന്നതും നമുക്കറിയില്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നിസ്സഹായനാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ ഡെപ്ത്ത് അള്ളാഹ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ലോകത്ത് എത്ര മരങ്ങളുണ്ടാവും, ലോകത്ത് എത്ര വൃക്ഷങ്ങളുണ്ടാവും, ഓരോ മരത്തിലും എത്ര ഇലകളുണ്ടാവും. ഒരു ഇല കൊഴിയണമെങ്കിൽ അള്ളാഹ് അറിയണം. അപ്പോൾ ഒരു ഇല ചലിക്കുന്നത് പോലും അറിയുന്നവനാണ് അള്ളാഹു. തീർന്നില്ല, അതിനുശേഷം പറയുകയാണ്, വല ഹബ്ബത്തിൻ ഫി ദുലുമാത്തിൽ അർള് വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. ഭൂമിയുടെ അടിയിൽ എന്തൊക്കെയുണ്ട് നമുക്കറിയില്ല, ഇരുട്ടാണ്. അവിടെ ഒളിപ്പിച്ചു വെച്ച ഒരു ധാന്യം, അത് പച്ചയാകട്ടെ ഉണങ്ങിയതാകട്ടെ, എല്ലാം കൃത്യമായി അള്ളാഹുവിൻ്റെ അറിവിൻ്റെ രേഖയിൽ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ജ്ഞാനം, അള്ളാഹ് തന്നെ എത്രമാത്രം വിശാലമായ അറിവുള്ളവനാണെന്ന് വ്യക്തമാക്കി പഠിപ്പിച്ച് നമുക്ക് തരുമ്പോൾ നാസ്തികർ ചോദിക്കുകയാണ്, അള്ളാഹ് ഇങ്ങനെ പരീക്ഷിച്ചത് എന്തിനാണ്? അല്ലെങ്കിൽ അള്ളാഹ് അറിവുള്ളവനാണല്ലോ, പിന്നെ എന്തിനാണ് അള്ളാഹ് ഇങ്ങനെ പരീക്ഷിക്കണത്? അള്ളാഹുവിൻ്റെ അറിവിനെ ചോദ്യം ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവവും അടിമകളും? നമ്മൾ ദൈവത്തിൻ്റെ അടിമകളാണ്, ദൈവം നമ്മളുടെ അടിമയല്ല. നാസ്തികരുടെ ചിന്ത എന്താണ്? ദൈവം നമ്മളുടെ അടിമ എന്ന സങ്കല്പത്തിലാണ് അവരെന്ത് ചെയ്യുക, അവരതിനെ കാണുക. ഇനിയും കുറേ ഉദാഹരണങ്ങളുണ്ട്. അതിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ 1-2 കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് മലക്കുകൾ. ഈ മലക്കുകളോട് അള്ളാഹു എന്ത് ചെയ്യാണ്? മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്ന തീരുമാനം അറിയിക്കുകയാണ്. അള്ളാഹു എടുത്തൊരു തീരുമാനം മനുഷ്യരെ സൃഷ്ടിക്കാൻ പോവുകയാണ്, അത് അറിയിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അള്ളാഹ് പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. അപ്പം മലക്കുകൾ അള്ളാഹിനോട് ന്യായമായൊരു ചോദ്യം ചോദിച്ചു.
ആ ചോദ്യം എന്താണ്? അത്തജഅലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫികു ദിമാ. അല്ലാഹുവേ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചീന്തുന്ന ഒരു സമൂഹത്തെ കൂടി നീ ഉണ്ടാക്കാൻ പോവാണോ? കാരണം എന്താ, നിലവിലൊരു സമൂഹം ഇവിടെ ഉണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്ന ജിന്നുവർഗം. അവർ രക്തം ചീന്തുന്ന, അടിപിടി കൂടുന്ന ഒരു സമൂഹമാണെന്ന് മലക്കുകൾക്കറിയാം. മലക്കൾ ചോദിച്ചു, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, നിനക്ക് ഇബാദത്തൊക്കെ തരാൻ, ആരാധനകൾ നൽകാനാണെങ്കിൽ ഞങ്ങൾ പോരെ? അപ്പം അള്ളാഹ് കൊടുത്ത മറുപടി എന്താ? ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ മലക്കുകളോട് പറയണത് നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യരുടെ പിതാവായ ആദം നബിയെ സൃഷ്ടിച്ചു. എന്നിട്ട് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കളുടെ പേരും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ഇതിൻ്റെ പേരുകൾ പറയൂ. മലക്കുകൾക്ക് ആ വസ്തുക്കളുടെ പേരറിയില്ല. പക്ഷെ ആദം നബി ആ പേരുകൾ എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. അവിടെ മലക്കുകളെ അള്ളാഹ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ഒന്ന്, മലക്കുകൾക്കറിയാത്തത് അള്ളാഹുവിനറിയാം. രണ്ട്, അറിവിൻ്റെ വിഷയത്തിൽ മലക്കുകളേക്കാൾ മുന്നിലാണ് ആര്? അള്ളാഹ് സൃഷ്ടിച്ച മനുഷ്യർ. മനുഷ്യർ മലക്കുകളെക്കാളും ഉത്കൃഷ്ടനാണ് അറിവിൻ്റെ വിഷയത്തിൽ. ഈ സന്ദർഭത്തിൽ മലക്കുകൾ നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. ഖാലൂ സുബ്ഹാനക്, അല്ലാഹു നീ പരിശുദ്ധനാണ്. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഈ വിനയമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അല്ലാഹുവെ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാനും നൗഫുൽ കൈം അടങ്ങുന്ന നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹ് പഠിപ്പിച്ചതല്ലാത്ത ഒന്നും നമുക്ക് എന്തില്ല, നമുക്കറിയില്ല. പക്ഷെ നാസ്തികരുടെ ചിന്ത എന്താണ്? ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യിലാണ്. പക്ഷേ രസകരമായ കാര്യം എന്താ? വലിയ വലിയ നാസ്തികരായ നേതാക്കന്മാർ, രവീന്ദ്രനെ പോലുള്ളവർ വിക്കിപീഡിയയും ഗൂഗിളും നോക്കിയിട്ടാണ് എന്ത് ചെയ്യണത്? വിവരങ്ങൾ പോലും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതും നേരെ പഠിപ്പിച്ചു കൊടുക്കണുണ്ടോ? അതുമില്ല. നമ്മളിപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വിഷയം പറയുമ്പോൾ 2 പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ 2 പ്രവാചകന്മാരുടെ ചരിത്രം ഒരാവർത്തി വായിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് എത്രമാത്രം വ്യാപ്തിയുള്ളതാണെന്നും അല്ലെങ്കിൽ എത്രമാത്രം വിശാലതയുള്ളതാണെന്നും നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, പ്രവാചകന്മാർക്ക് പോലും അറിവ് നൽകിയതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. നമ്മളെന്താ വെച്ചാൽ, മനുഷ്യരിൽ ഏറ്റവും ഉന്നതന്മാരാണ് പ്രവാചകന്മാർ, ഏറ്റവും മഹത്വമുള്ളവരാണ്. പക്ഷെ ആ പ്രവാചകന്മാർക്കിടയിൽ പോലും എന്തുണ്ട്? അറിവിൻ്റെ വിഷയത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അറിയപ്പെട്ട ഒരു പ്രവാചകനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മോശെ പ്രവാചകൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, ആരാണ് ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അറിവുള്ള മനുഷ്യൻ? മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി ഒരു പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വേദഗ്രന്ഥം ഏറ്റുവാങ്ങിയ ആളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹീ കിട്ടുന്നുണ്ട്. മൂസാ നബി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെക്കാൾ വലിയൊരു അറിവുള്ള ആൾ വേറെ ഇല്ല. മൂസാ നബി പറഞ്ഞു, ഞാനാണ് ഇപ്പോൾ ആളുകളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആളെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ അത് തിരുത്താൻ വേണ്ടി മറ്റൊരു പ്രവാചകൻ്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാം. മൂസാ നബിയോട് പറഞ്ഞു, മൂസ, നിന്നേക്കാൾ അറിവുള്ള ഒരാളുണ്ട്, അയാളുടെ അടുക്കലേക്ക് നീ പോകണം. അങ്ങനെ മൂസാ നബി ചെല്ലുന്നത് ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലാണ്. അതൊരു പ്രവാചകനാണ് ഖിളർ. ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ചെന്നപ്പോൾ ഖിളർ നബി പറഞ്ഞു, മൂസ, താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമയോടെ നിൽക്കാൻ പറ്റൂല. കാരണം എന്താ? ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടുന്ന അറിവ് മൂസാ നബിക്ക് കിട്ടിയ അറിവല്ല, വേറെ അറിവാണ്. അത് മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ തെറ്റാണ്. ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശരിയാണ്. അപ്പം ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നതെല്ലാം ഒരു സാധാരണ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കും. മൂസാ നബി അങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്തു. ഓരോ കാര്യവും ചോദിച്ചു. അത് ഖുർആനാ പറയുന്ന സംഭവം ഞാൻ മുഴുവൻ വിശദീകരിക്കാത്ത സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. അത് മൂന്ന് സന്ദർഭങ്ങളിലും ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, ഞാൻ എന്ത് കാര്യം ചെയ്താലും മൂസ, താങ്കൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യരുത്. അള്ളാഹ് ഒരു വിഷയം മൂസാ നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതെ, മൂസാ നബിക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞതാണ്, ഞാൻ ചെയ്യുന്ന കാര്യത്തെ എന്ത് ചെയ്യരുത്, ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ഒരാൾ ചെയ്യണ കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ അള്ളാഹു ചെയ്യണ കാര്യത്തെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? എന്നാലോചിച്ച് നോക്ക്. ഇനി ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം
ചെയ്ത ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മൂസാ നബി അവിടെയൊക്കെ ചെയ്ത് എന്ത് ചെയ്തു? ക്ഷമ നഷ്ടപ്പെട്ട് എന്താണ് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം താങ്കൾ ഇങ്ങനെ ചെയ്യണത്, എന്താ താങ്കൾ ഇങ്ങനെ ചെയ്യണത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 തവണ എന്ത് ചെയ്തു? ചാൻസ് കൊടുത്തു. 3 കഴിഞ്ഞപ്പോൾ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൂസാ താങ്കൾക്ക് എന്നോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹാദാ ഫിറാഖു ബൈനി വബൈനക്, നമുക്ക് 2 പേർക്കിടയിലുള്ള വേർപിരിയൽ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. 2 നബിമാരാണ്, പക്ഷെ 2 പേർക്ക് നൽകപ്പെട്ട അറിവ് വ്യത്യസ്തമാണ്. മൂസാ നബിക്ക് കിട്ടാത്ത, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മേഖലയാണ് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തത്. അത് മൂസാ നബിക്കില്ല. അത് മൂസാ നബിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു, ഞാൻ അറിഞ്ഞത് മാത്രമല്ല ഇവിടെ ഉള്ളത്. എന്നിട്ട് ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അവർ സഞ്ചരിച്ചിരുന്ന ആ കടലിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരു കുരുവി, ഒരു പക്ഷി അതിൻ്റെ ചുണ്ടുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് ഒരു വെള്ളം കൊത്തിയെടുത്തപ്പോൾ അതിൻ്റെ ചുണ്ടിൽ ബാക്കിയായ, കൊക്കിൽ ബാക്കിയായ ആ ഒരു വെള്ളത്തെപ്പറ്റി ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആ ഒരു കുരുവി തൻ്റെ ചുണ്ടുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് കൊത്തിയെടുത്ത വെള്ളം എത്രയാണ്, അത്രമാത്രമാണ് മൂസ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നേടിയെടുത്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അറിഞ്ഞ പല കാര്യങ്ങളും മൂസാ നബിക്ക് അറിയില്ല. ആ മൂസാ നബി ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാമയെ ചോദ്യം ചെയ്യാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേപോലെയാണ് നമ്മളെല്ലാവരും. നമുക്ക് പ്രവാചകന്മാർക്ക് കിട്ടിയതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിട്ട് സാധാരണ ഒരു ബുദ്ധി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അള്ളാഹുവിൻ്റെ അറിവിനെ ചോദ്യം ചെയ്യുന്നു. ഒരിക്കലും നമുക്കതിന് സാധിക്കില്ല. അള്ളാഹുവിൻ്റെ അറിവ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്. നമ്മുടെ ചിന്തകൾക്കും അറിവിനും കാഴ്ചക്കും കേൾവിക്കും ഒക്കെ ഒരു പരിധിയുണ്ട്, ബൗണ്ടറി ഉണ്ട്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. നമ്മളിപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ ഉപകരണങ്ങൾ കണ്ടുപിടിക്കണത്. നമ്മുടെ ചിന്തക്ക് അവിടെ എത്താൻ പറ്റൂല, നമ്മുടെ കാഴ്ചക്ക് അവിടെ എത്താൻ പറ്റൂല, നമ്മുടെ കേൾവി അവിടെ എത്തൂല. അതുകൊണ്ട് പല ഉപകരണങ്ങളും ഉപയോഗിച്ച് കടലിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാ? കാണാതായ വിമാനം, അതിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ, അല്ലേ? അതേപോലെ തന്നെ കടലിൽ പോയ ആളുകളെ കണ്ടെത്താൻ, അതിലെന്തെങ്കിലും മനുഷ്യൻ്റെ ജീവൻ്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഒരു ചൂടുണ്ടോ എന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ടും ആ ഉപകരണങ്ങളും പലപ്പോഴും എന്ത് ചെയ്തു? പരാജയപ്പെടുന്നു. അപ്പം നമ്മുടെ അറിവിന് എന്തുണ്ട്? പരിമിതിയുണ്ട്. അള്ളാഹുവിൻ്റെ അറിവിനെന്തില്ല? പരിമിതിയില്ല. ശരിയാണ്. പിന്നെ സിഫയോട് സൂചിപ്പിക്കണ്ടായി, ഇപ്പം ഇവർ കാണിക്കുന്ന ഈ ജാണല്ലോ ലോകത്തെല്ലാം നിയന്ത്രിക്കുന്ന ഞങ്ങളാണ് എന്നുള്ള രീതിയിൽ, ശാസ്ത്രം ഞങ്ങളെ കയ്യിലാണ് എന്നുള്ള രീതിയിൽ സാധാരണ നാസ്തികരെ പറയാറ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ നാസ്തികർക്ക് ശാസ്ത്രം എന്താന്ന് പോലും അറിയില്ല. ഇവർ ശാസ്ത്രീയമായി പഠിച്ച ആളുകളൊന്നല്ല. ഈ പിന്നെ ഓൺലൈനിൽ ഇരുന്നിട്ട് കമന്റ് അടിക്കുന്നവർ അങ്ങനത്തെ ആളുകളൊന്നല്ല. അതെ. പക്ഷേ എന്തെങ്കിലും ശാസ്ത്രത്തിന്റെ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരും കണ്ടോ ദൈവമില്ല, ദൈവത്തിന്റെ ഒരു ആവശ്യമില്ല എന്ന രീതിയിലാണ് ഇവർ സാധാരണ. ഇവരെപ്പോഴും ശാസ്ത്രം അവരുടെ അവസാന വാക്കായിട്ടാണ് പറയുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ശാസ്ത്രത്തെ പറയും, അത് അവസാനത്തെ വാക്കാണ്, മാറ്റമില്ലാത്ത. ദൈവത്തെ നിഷേധിക്കാനുള്ള ഒരു ടൂളായിട്ടാണ് അവർ ശാസ്ത്രത്തെ കൊണ്ടുവരാറുള്ളത്. തീർച്ചയായും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ഇവർ ഇതൊക്കെ പറയും, എന്ത് കണ്ടോ ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയും. അതെ. ഇതേപോലെയുള്ള ദുരന്തങ്ങളും അതേപോലെ തന്നെ പ്രളയങ്ങളും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം ഇവർ അതിന് ശാസ്ത്രത്തിൻ്റെതായ ഒരു മറുപടി നൽകുന്നതിന് പകരം ഇവർ സാധാരണ എന്താ ചെയ്യാറുള്ളത്? ഇവർ പറയാറുള്ളത് നിങ്ങളെ ദൈവോടെ. അപ്പൊ നമ്മളോടാ ചോദ്യം, വിശ്വാസികളോടെ ചോദ്യം. എന്തുകൊണ്ടാണ്? ശരിക്കും അത് വലിയൊരു അതിശയോക്തിയുള്ള കാര്യമാണ്. അതായത് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണം ശാസ്ത്രം എന്ന് പറയും. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഉത്ഭവത്തെ പറ്റി പറയുമ്പോൾ അത് പ്രകൃതിയാണ്, അത് പ്രകൃതിയുടെ വരദാനമാണ് എന്നൊക്കെ പറയും. ഇനി എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ ഇവരൊരിക്കലും പ്രകൃതിയുടെ വികൃതിയാണെന്ന് ഇവർ പറയാറുമില്ല. ഇവരപ്പോൾ പറയുന്നത് എന്താണ്? ദൈവത്തെ ചീത്ത വിളിക്കുക, മതത്തെ കളിയാക്കുക, മതവിശ്വാസികളെ അങ്കലാപ്പിലാക്കുക. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യമുണ്ട്. ഒന്ന്, എന്താണ്, ഈ ഒരു വയനാട് ദുരന്തം നടന്ന സമയം, ആ സമയം നമ്മൾ നോക്കണം. എല്ലാ മനുഷ്യരും ഒരേപോലെ മതത്തിൻ്റെ വ്യത്യാസം, ജാതി മത വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയമില്ലാതെ, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. കാരണം എപ്പോഴെങ്കിലൊക്കെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ചീത്ത വിളിക്കും. ഇത് രാഷ്ട്രീയക്കാർ പോലും തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന അത്രയും വലിയൊരു ദുരന്ത ഭൂമിയിൽ ഒന്ന് വന്ന് എത്തി നോക്കാൻ പോലും തയ്യാറാകാതെ
മാറി നിന്ന് സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ ദൈവം എവിടെ. നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്ന പ്രകൃതിക്ക് എന്ത് പറ്റി, പ്രകൃതി എന്താ ഇങ്ങനെ വികൃതി കാണിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചാലോ. അപ്പം ഇവർ കണ്ടുപിടുത്തങ്ങളും കാരണങ്ങളൊക്കെ പറയുമ്പോൾ പ്രകൃതിയെയും ശാസ്ത്രത്തെയും പറയും, പക്ഷേ ദുരന്തം വരുമ്പോൾ ദൈവത്തെ ചീത്ത വിളിക്കും. അത് വലിയൊരു നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഇവരെന്താ ബുദ്ധിശൂന്യന്മാരാണോ? കാരണം ഇവർ സ്വയം ചിന്തിക്കണില്ല. അതിന് രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം ഒരു മലവെള്ളപ്പാച്ചിൽ നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത അത്രയും വലിയൊരു ദുരന്തമാണ് നടന്നത്. അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലായത് ഓരോ ഡെഡ് ബോഡിയും നമുക്ക് കിട്ടിയത് പീസായിട്ടാണ്. അതേപോലെ തന്നെ ആ സ്ഥലത്ത് ഒരു സമൂഹം താമസിച്ചിരുന്നു എന്ന് പോലും പറയാൻ പറ്റാത്തവണ്ണം തുടച്ചു നീക്കി. ഈ സന്ദർഭത്തിൽ ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ ഒഴുക്കിൽ ഏതെങ്കിലും ഒരു കമ്പിലോ ഏതെങ്കിലും ഒരു വയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കഷ്ണത്തിലോ പിടിച്ചു തൂങ്ങി രക്ഷപ്പെട്ട ചില മനുഷ്യരുണ്ട്. അവരെയൊക്കെ ചാനലുകാർ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവരൊക്കെ പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? അത് ഈ നാസ്തികരെ അത്ഭുതപ്പെടുത്തണം. എന്താ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, നമ്മൾ ഇത്ര എല്ലാ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വളർന്നിട്ടും ഇത്തരം ദുരന്തങ്ങൾ വരുന്നത് അല്ലേ, അവിടെ ഒരു മനുഷ്യൻ ദുർബലനാവാണ്. അയ്യോ, ഖുർആൻ പറഞ്ഞില്ലേ മനുഷ്യൻ ദുർബലനാണെന്ന് ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞു. മനുഷ്യന്റെ ആ ദുർബലത വെളിപ്പെടുത്തുന്ന ഒരു സമയത്ത് അല്ലേ നമ്മളിങ്ങനെ കാണുകയാണ്. എത്രയോ പ്രാവശ്യം ഈ ദുരന്തം മാത്രമല്ല പല ദുരന്തങ്ങളിലും മനുഷ്യന്റെ ദുർബലത ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യൻ ഇത്രയൊക്കെ ടെക്നോളജി വളർന്നാലും എത്ര വളർന്നാലും മരണം അല്ലെങ്കിൽ അവൻ്റെ നിസ്സഹായാവസ്ഥ അതുണ്ട്, അല്ലെങ്കിൽ അവനക്കൊരു പരിധിയുണ്ട് എന്നുള്ളതൊക്കെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം ദുരന്തങ്ങളൊക്കെ. അവിടെ ചിന്തിക്കല്ല ചെയ്യുന്നത്. അവരിവരെ ചിന്തിക്കുന്നതിന് പകരം ചിന്തയെ എന്താണ് പേര് യുക്തിവാദികളെന്നാണ്. സ്വയം യുക്തിവാദികളെന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഞാൻ ബുദ്ധിമാനാണെന്ന് സ്വയം പറഞ്ഞു നടക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് ഇവര് ബുദ്ധിജീവികളാണെന്ന് സ്വയം എന്ത് ചെയ്യും? ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പല സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഒക്കെ നടത്തും. പക്ഷേ അവർക്ക് യാതൊരു ബുദ്ധിയില്ല. കാരണം ഒരു സാധാരണക്കാരനായ മനുഷ്യനുള്ള യുക്തി പോലും ഈ നാസ്തികർക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സഫാനോട് സൂചിപ്പിച്ചു നമുക്ക് ഈ ഇത്തരം ദുരിതങ്ങളിലും പ്രയാസങ്ങളും ഇതൊക്കെ പരീക്ഷണങ്ങളാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ മനുഷ്യർ ഇത്തരം ധാരാളം പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസി എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? കാരണം സാധാരണ നമ്മളിങ്ങനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടതും ദുരിതങ്ങൾ അനുഭവിക്കുന്നതുമൊക്കെ ഈവൻ ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകന്മാർ വരെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് വിശ്വാസി ചെയ്യേണ്ടത്? അതെ, രണ്ട് ചോദ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. ഒന്ന്, വിശ്വാസികൾ എന്ത് നിലപാടെടുക്കണം. രണ്ടാമത്തത്, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രവാചകന്മാർ പോലും പരീക്ഷിക്കപ്പെട്ടു. വിശ്വാസികൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതെ, അവിടെ ഒരു വിശ്വാസി ഏത് നിലപാടാണ് അതിനോട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഖുർആൻ നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നൊരു ഗ്രന്ഥമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലയും ഖുർആൻ എന്ത് ചെയ്തിട്ടില്ല, വിട്ടുപോയിട്ടില്ല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ വഴികളും മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അള്ള തന്നെ പറഞ്ഞു. പരീക്ഷണങ്ങൾ നൽകുന്ന അള്ള പറയുകയാണ്, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. 5 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം പറയുന്നത് ഖൗഫാണ്, ഭയമാണ്, പേടിപ്പെടുത്തുക. ഭയം എന്നുള്ളത് പരീക്ഷണങ്ങളിൽ ഏറ്റവും ശക്തമായ പരീക്ഷണമാണ്. ഉദാഹരണം പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ മനുഷ്യരും വീടടച്ച് അകത്തിരുന്നൊരു സമയം 2020 ഉണ്ടായിട്ടുണ്ട്. കൊറോണ സമയത്ത് വന്നപ്പോൾ അല്ലേ, ഒരു മനുഷ്യനെയും പുറത്ത് കാണുന്നില്ല. മാർക്കറ്റുകൾ, അങ്ങാടികൾ, റോഡുകൾ, എന്തിനേറെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഒരു മനുഷ്യനുമില്ല. എല്ലാവരും ഭയത്തോടെ വീടിൻ്റെ അകത്താണ്. അവരെ അള്ള ഭയപ്പെടുത്തി. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് ഭയപ്പെടുത്തി? കുഞ്ഞൻ വൈറസ്, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു കുഞ്ഞു വൈറസ് കൊണ്ട് അള്ളാഹുവിന് നമ്മളെ പരീക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മളത് നേരിട്ട് അനുഭവിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്?
നമ്മൾ പാഠം പഠിച്ചിട്ടില്ല. നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചുംബനം കൊടുക്കാൻ പോലും, പറ്റില്ല. ആലിംഗനം ചെയ്യാൻ പോലും, കൊടുക്കാൻ പോലും ഒരവസ്ഥ. എന്നിട്ട് അള്ളാഹ് പറയുന്നു വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട് പരീക്ഷിക്കും. ആ ഭയത്തിൻ്റെ തൊട്ടു പുറകെ പറഞ്ഞത് വൽജൂ, പട്ടിണി. ഒന്നാലോചിച്ച് നോക്ക്, പ്രളയം സംഭവിച്ചു, ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായി, ഇവിടെയൊക്കെ ആളുകൾ ശൂന്യരായി, കൈകൾ ശൂന്യരായി, സമ്പാദിച്ചത് നഷ്ടപ്പെട്ടു, കൈകളിലൊന്നുമില്ല അല്ലേ, ഒരു ചായ കുടിക്കാൻ ഉള്ള പൈസ പോലും ഒരാളുടെ കയ്യിലും ഇല്ല. സർക്കാർ ഓരോ ദിവസവും അവർക്ക് എന്ത് ചെയ്യാണ്, ഓരോ വിഹിതം ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് എല്ലാ ദിവസവും. അപ്പോൾ അള്ളാഹ് പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. വനഖ്സി മിനൽ അംവാൽ, ഇതിൻ്റെ ഈ പരീക്ഷണങ്ങളിടയിൽ സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്. വൽ അൻഫുസ്, ജീവഹാനി നേരിട്ടവരുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്. വസ്സമറാത്ത്, കായ്ക്കനികളും കൃഷികളും നഷ്ടപ്പെട്ടവരുണ്ട്. എത്രയോ മനുഷ്യർ സങ്കടം പറഞ്ഞ കൂട്ടത്തി കുടുംബത്തിലെ 16ഉം 12ഉം പേര് മരിച്ചവർ അല്ലേ. അതോടൊപ്പം തന്നെ കുടുംബത്തിലാരും മരിച്ചിട്ടില്ല, പക്ഷെ തൻ്റെ കച്ചവടവും സമ്പത്തും കൃഷിയും നഷ്ടപ്പെട്ടതിനെപ്പറ്റി വേദനകൾ പറഞ്ഞവർ. അവിടെ അള്ളാഹ് പറയണ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് വബശ്ശിരി സ്വാബിരീൻ, ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അവിടെ വിശ്വാസി സ്വീകരിക്കേണ്ട മാർഗം ക്ഷമയാണ്. പരീക്ഷണത്തെ നേരിടാൻ നമുക്കാദ്യമുണ്ടാകേണ്ടത് ക്ഷമയാണ്. അതിന് ശേഷമാണ് പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിക്കേണ്ടത് ക്ഷമ കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ്. അള്ളാഹ് ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അങ്ങനെ ക്ഷമിക്കുന്ന ഒരാൾ അയാൾക്ക് പ്രയാസങ്ങളൊക്കെ നേരിടുമ്പോൾ അയാൾ എന്താ പറയുന്നറിയോ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടത് അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഒരു വിശ്വാസിക്കൊരു പ്രയാസമുണ്ടായാൽ അയാളുടെ നാവിൽ നിന്ന് വരും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് തിരിച്ച് മടങ്ങേണ്ടവരാണ്. ഇങ്ങനെയുള്ള ആളുകളെ പറ്റി അള്ളാഹ് എന്താ പറയുന്നറിയോ? ഉലായിക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹിൻ്റെ സമാധാനവും റഹ്മത്തും ഹിദായത്തും അവർക്കാണ്. കാരണം എന്താ? അവരാ പരീക്ഷണത്തിൽ സക്സസ് ആയി, അവരാ പരീക്ഷണത്തിൽ വിജയിച്ചു. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത്, ഇപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒരു വേദന അനുഭവിച്ചാൽ ആ വേദന അനുഭവിക്കുന്നതിന് അത് ക്ഷമിക്കുകയാണെങ്കിൽ അതിന് പോലും പുണ്യമുണ്ട് എന്നുള്ളതാണ്. അതെ 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 അതെ. അതിപ്പോൾ പറഞ്ഞല്ലോ, വിശ്വാസികളാണ് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ചില നാസ്തികർ ചോദിക്കും, നിങ്ങളുടെ ദൈവം എവിടെ? നിങ്ങളുടെ ദൈവം തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ല. അവിശ്വാസികൾ പോട്ടെ, വിശ്വാസികളാണല്ലോ കഷ്ടപ്പെടുന്നത്, വിശ്വാസികളാണല്ലോ പ്രയാസപ്പെടുന്നത്. ഇത് നാസ്തികരുടെ വേറൊരു കോണിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇതും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും ഹദീസും കൃത്യമായി പഠിപ്പിച്ചു. ഇസ്ലാം ഉൾക്കൊണ്ട വിശ്വാസം സ്വീകരിച്ചൊരു വ്യക്തി പരീക്ഷിക്കപ്പെടും. പ്രവാചകന്റെ ഹദീസ് നോക്കൂ, ഇന്ന ഇദമൽ ജസാഇ മഅ ഇദമിൽ ബലാ, ശക്തമായ പരീക്ഷണത്തോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക. അപ്പോൾ ഒരാൾക്ക് പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പരീക്ഷണം സഹിക്കണം. അത് അള്ളാഹ് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. പ്രവാചകൻ തുടർന്ന് പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, ഒരു സമൂഹത്തെ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ പരീക്ഷിക്കുമെന്നാണ്. അള്ളാഹു അവർക്ക് ബലാവ് കൊടുക്കും. ഫമൻ റളിയ ഫലഹുർ റിള, ആരാണ് അള്ളാഹിൻ്റെ പരീക്ഷണത്തിൽ തൃപ്തിപ്പെടുന്നത്, സാറ്റിസ്ഫൈഡ് ആകുന്നത്, അവന് തൃപ്തിയുണ്ട്. ആരാണ് വമൻ സഹിത ഫലഹു സുഖ്ത്, ആരാണ് ആ ഒരു പ്രയാസത്തിൽ കോപിക്കുക, ദേഷ്യപ്പെടുക, പ്രയാസപ്പെടുക, അവർക്ക് അള്ളാഹുവിൻ്റെ കോപം ഉണ്ടാവും. അപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ക്ഷമയുണ്ടാകണം, അള്ളാഹുവിനെ പറ്റി തൃപ്തിപ്പെടണം. ഇതൊരു വിശ്വാസിയുടെ നിലപാടാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ പിന്നെ നാളെ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നേടാനുള്ള ഒരു മാർഗമാണ്. അതെ അതെ. ഇപ്പോൾ സ്വർഗത്തെ അള്ളാഹ് പൊതിഞ്ഞിരിക്കുന്നത് മക്കാരിഹുകൾ കൊണ്ടാണ്. നമ്മൾ വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് അള്ളാഹ് സ്വർഗത്തെ പൊതിഞ്ഞിരിക്കണമെന്നാണ്. കാരണം എന്താ? നമ്മൾക്കൊരു പനി വരാൻ നമ്മൾ വെറുക്കുന്നു, നമുക്കൊരു രോഗം വരാൻ നമ്മൾ വെറുക്കുന്നു, ഒരു പരീക്ഷണം ഉണ്ടാകാൻ, ഒരു നഷ്ടമുണ്ടാകാൻ, ഒരു മരണമുണ്ടാകാൻ നമ്മൾ വെറുക്കുന്നു. ഇത്തരം പരീക്ഷണങ്ങൾ കൊണ്ടാണ് അള്ളാഹ് സ്വർഗത്തെ കവർ ചെയ്തിരിക്കണമെന്നാണ്. അത് വല്ലാത്ത ഒരു ഹദീസിലെ വാചകമാണ്. സത്യമാണ്. കാരണം മനുഷ്യൻ നിരാശയിലായി പോകുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ചിലപ്പം ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ടാകാം, ദൈവത്തെ പഴി പറയുന്നവരുണ്ടാകും. പക്ഷെ അവിടെയൊക്കെ ക്ഷമിക്കുകയാണെങ്കിൽ ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ച് അതല്ല പറയുന്നത്, ഭരമേൽപ്പിക്കാനാണ്, തവക്കുൽ ചെയ്യാനാണ് പറയുന്നത്. ആ തവക്കുലാണ് അവനെ സ്വർഗത്തിലേക്ക്. അതെ 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 അതെ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചിലർ വിശ്വാസികൾ ഈ പ്രയാസങ്ങളിൽ അകപ്പെടുന്നു എന്ന് പറഞ്ഞു. വിശ്വാസികളിൽ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരാണ് പ്രവാചകന്മാർ.
ആ പ്രവാചകന്മാരെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന മിൻ അശദ്ദിന്നാസി ബലാഅൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക പ്രവാചകന്മാരെ. അള്ളാഹ് മെസ്സേജ് കൊടുക്കുന്നു, അള്ളാഹിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ അള്ളാഹ് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ എല്ലാവിധ സ്വീകാര്യതയും ലഭിച്ച മനുഷ്യനാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷേ ഇസ്ലാമിനെ പറ്റി ജനങ്ങളോട് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ജനങ്ങൾ മുഴുവൻ നബിയെ തള്ളിപ്പറഞ്ഞു. സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നു. ആരാണ്? അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചത് മുതൽ പ്രവാചകന് പരീക്ഷണങ്ങളുടെ ഒരു തുടർച്ചയായി പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ ടെസ്റ്റ് ചെയ്യുക, അവൻ്റെ ഈമാൻ എത്രയുണ്ട്, അവൻ്റെ വിശ്വാസം എത്രത്തോളം ദൃഢതയുള്ളതാണ് എന്ന് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ എന്ത് ചെയ്യണത്, നൽകുന്നത്. പിന്നെ ചില ആളുകൾ ചോദിക്കും, എന്താ ഇപ്പോൾ ഇവരുടെ പ്രാർത്ഥനയൊന്നും നിങ്ങളുടെ ദൈവം കേട്ടില്ല. യുക്തിവാദികൾ ചോദിക്കും, നിങ്ങൾ പ്രാർത്ഥന എന്താ കേൾക്കും, അതിന് ഉത്തരം തരാത്തത്. സാധാരണ അവരുടെ ചോദ്യമാണ് അത്. കറക്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സാധാരണക്കാരായ വിശ്വാസികളുണ്ട്, അവർ നിഷ്കളങ്കരാണ്. ഇവരിങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ നിരന്തരം പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, പക്ഷെ അയാൾ പരീക്ഷിക്കപ്പെടുകയാണ്. അയാൾ ചോദിക്കുന്ന കാര്യം കിട്ടണില്ല. അപ്പോൾ ഈ സന്ദർഭത്തിലൊരു യുക്തിവാദി ഇങ്ങനെ ഒന്ന് ചോദിച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യും? അവൻ്റെ മനസ്സിൻ്റെ ദുർബലത കൊണ്ട് ചിന്തിച്ചു പോകും, എടാ ഇവർ പറയണ ശരിയാണല്ലോ, ഞാൻ ഇത്ര നാളെ ചോദിക്കണത്, പടച്ച റബ്ബ് തന്നില്ല. യഥാർത്ഥത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതൊരു വിശ്വാസിയും പഠിച്ചു വെക്കണം. അതിൽപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നു, ഉത്തരം ചെയ്യുന്നു എന്നുള്ള കാര്യം. അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് സമീഉ ദുആ, പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുക. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലതവണ പറഞ്ഞൊരു വാചകമുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ചിരിക്കുന്നു, അസ്തജിബു ലക്കും, നിങ്ങൾ എന്നെ വിളിച്ച് തേടിയാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. മറ്റൊരിടത്ത് അള്ളാഹ് പറഞ്ഞെന്താ, ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅൻ, വിളിക്കുന്നവൻ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം തരും. അപ്പോൾ അള്ളാഹുവിനെ ആര് വിളിച്ചിട്ടുണ്ടോ അള്ളാഹ് ഉത്തരം കൊടുക്കും. അത് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. ഇപ്പം നമുക്കറിയാം, വിശ്വാസികൾ അവിടെ നിൽക്കട്ടെ, വിശ്വാസികളുടെ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കാര്യം ഞാൻ പറയാം. അള്ളാഹുവിനോട് ശത്രുത വെച്ചിരുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും വെറുത്തിരുന്ന, അള്ളാഹ് ഏറ്റവും വെറുത്ത ഒരു തിന്മ ചെയ്തിരുന്നവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അവർ ബഹുദൈവാരാധകരാണ്. പക്ഷെ അവർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, കടലിൽ കാറ്റും ഓളവും വന്ന് കപ്പൽ മറിയാൻ പോകുമ്പോൾ അവർ ദഅവുല്ലാഹ മുഖ്ലിസീൻ, അള്ളാഹിനെ മാത്രം വിളിക്കും. അള്ളാഹ് അവർക്ക് എന്താ ചെയ്തു കൊടുക്കുക? ഹായ്, നിങ്ങൾ ഇത്രയും നാളും മറ്റുള്ള ലാത്തയും മുസ്സയൊക്കെ വിളിച്ചു, ഇപ്പം എന്നെ വിളിക്കേ, ഞാൻ ഉത്തരം തരൂല. അങ്ങനെയാണോ? അല്ല, അള്ളാഹ് അവരെ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുമെന്നാണ്. അപ്പം മുശ്രിക്കീങ്ങൾ ആ സന്ദർഭത്തിൽ വിളിച്ചപ്പോൾ പോലും അള്ളാഹ് എന്ത് ചെയ്തു? അവർക്ക് ഉത്തരം ചെയ്തു. ഒന്ന്. രണ്ടാമത്തത് അക്രമിയുടെ പ്രാർത്ഥന. അവിടെ മുസ്ലിം എന്ന് പറഞ്ഞില്ല, അക്രമി മുസ്ലിമാണെന്ന് പറഞ്ഞില്ല. ആക്രമിക്കപ്പെട്ടവൻ ആരാണ്? അവൻ അള്ളാഹിനെ വിളിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹ് ഓൺ ദ സ്പോട്ടിൽ ഉത്തരം ചെയ്യുമെന്നാണ്. അവിടെ മുസ്ലിമെന്നും കാഫിറെന്നും വ്യത്യാസമില്ല. അപ്പോൾ മുസ്ലിം പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടൂലേ? ഉറപ്പായിട്ട് ഉത്തരം കിട്ടും. അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്ന ഒരു ബഹുദൈവ വിശ്വാസി പോലും അള്ളാഹിനെ വിളിച്ചാൽ അള്ളാഹ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെങ്കിൽ വിശ്വാസിക്ക് ഉറപ്പായും ഉത്തരം നൽകും. പക്ഷെ അതിന് 3 രൂപങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. 3 രൂപത്തിലാണ് അള്ളാഹ് ഉത്തരം തരിക. ഒന്ന്, ചോദിച്ചത് അപ്പം തന്നെ അള്ളാഹ് എന്ത് ചെയ്യും? ആ ചോദ്യം അവസാനിക്കുന്നതിന് മുമ്പ് അള്ളാഹ് തരും. രണ്ടാമത്തത്, ചോദിച്ച കാര്യം ചിലപ്പോൾ ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ അവന് ഹൈർ മരണാനന്തരം കിട്ടുന്നതായിരിക്കും. അതറിയുന്ന റബ്ബ് എന്ത് ചെയ്യും? ആ ചോദിക്കുന്ന പ്രാർത്ഥന പരലോകത്തേക്ക് മാറ്റിവെക്കും. ആ ചോദിക്കുന്ന കാലം അത്രയും അവൻ്റെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. പ്രാർത്ഥിക്കുന്നതിന് പുണ്യമുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നതിന് പുണ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അവൻ്റെ പാപം പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞത്. അത് എത്ര വലിയ ഓഫറാണ്! അതായത് പരലോകത്തത് കിട്ടുകയും ചെയ്യും, ദുനിയാവിലെ പാപങ്ങൾ പുറത്ത് കിട്ടുകയും ചെയ്യും. ഇത്രയും വലിയ ഓഫർ നൽകുന്ന റഹ്മാനായ റബ്ബ്, എന്നിട്ട് പറയണ ആ റബ്ബ് പ്രാർത്ഥന കേട്ടില്ലേ എന്ന്. ഇനി 3ാമത്തെ രൂപമുണ്ട്. അതായത് അവൻ ചോദിച്ച കാര്യം അവന് നൽകുന്നതിനേക്കാൾ നല്ലത് വരാനിരിക്കുന്ന ഒരു അപകടത്തെ, ഖലാഇനെ എന്ത് ചെയ്യുക? തടുക്കുക. ചിലപ്പോൾ അത് ലഭിച്ചാൽ അവനക്ക് നഷ്ടമായി. അതെ, ഇവ പ്രാർത്ഥന കൊണ്ടാണ് അള്ളാഹിൻ്റെ ഖലാഇനെ തടുക്കാൻ കഴിയുക. ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. അള്ളാഹുവിൻ്റെ വരാനിരിക്കുന്ന വിധിയെ തടുക്കാൻ പ്രാർത്ഥന കൊണ്ടല്ലാതെ കഴിയില്ല. ചിലപ്പോൾ അവൻ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു എന്ത് ചെയ്യണം? ആ പ്രാർത്ഥന കൊണ്ട് വേറൊരു ഖലാഇനെ എന്ത് ചെയ്യാം? തടുക്കാമെന്നാണ് തീരുമാനിച്ചതെങ്കിൽ
ആ പ്രാർത്ഥന സ്വീകരിച്ചു കഴിഞ്ഞു. ഈ 3-1 രൂപത്തിലാണ് എന്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം ചെയ്യുക. ഇതൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എൻ്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ച അള്ളാഹു ഞാൻ വിളിച്ചാൽ കേൾക്കും, ഉത്തരം ചെയ്യും. ഇത് പ്രമാണം കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഫാനൊക്കെ കണ്ടിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ക്യാപ്ഷൻസ്, അതായത് പ്രേ ഫോർ വയനാട്, പേ ഫോർ വയനാട് എന്നത്. അപ്പോൾ അതിനെ വേറൊരു രൂപത്തിൽ ഈ നാസ്തികരായ ആളുകളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അതായത് പ്രേ ഫോർ വയനാട്ടിൽ പ്രേ ആണ്ട് കട്ട് ചെയ്തിട്ട് പേ മാത്രമാക്കി. അതെന്താ നിങ്ങൾ പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും, നിങ്ങൾ പ്രാർത്ഥിക്കല്ല ഇപ്പോൾ വേണ്ടത്, നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടതെന്ന് പറയുന്നത്. അത് രസം എന്താ വെച്ചാല് ഈ പ്രേ വെട്ടിയിട്ട് പേ ആക്കിയ ആളുകൾ പേ പോലും ചെയ്യണില്ല എന്നുള്ളതാണ് ഈ രസം അല്ലേ. ഇപ്പൊ പ്രേ എന്ന് വെട്ടിമാറ്റി, ഓക്കെ നിങ്ങൾ പേ ചെയ്. കാരണം എന്താ, ദുരന്ത ഭൂമിയിൽ ഒരു നാസ്തികനെയും കാണുന്നില്ല, ഒരു നാസ്തിക സംഘടനകളെയും കാണുന്നില്ല. ഞാൻ അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ്, നാസ്തികൻ അവിടെ വന്നാലും പ്രശ്നമാണ്. അതെ അതെ അതെ, കാരണം എന്താ അറിയോ, ഈ നാസ്തികരുടെ വിശ്വാസം അവരുടെ തത്വം അനുസരിച്ചിട്ട് മോഷണം പോലും എന്തല്ല, തെറ്റല്ല, അതൊരു എഴുതി വിട്ടതാണ്. അതെ അതെ, ഇവരവിടെ വന്നു കഴിഞ്ഞാൽ ഈ അനാഥമായി കിടക്കുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു പോകും. അത് രസമാണ്, അത് ശരിയാണ്, കാര്യമാണത്. കാരണം വെച്ചാല് മോഷണം അവരെ കുറിച്ച് ഒരു ധാർമ്മിക, അതെ മോഷണം തിന്മയല്ല എന്ന് പറയുമ്പോൾ അവിടെ വന്നാൽ നാസ്തികർക്ക് ചെയ്യാൻ പറ്റിയ പണി എന്താണ്, അവിടെയുള്ള സാധനമൊക്കെ മോഷ്ടിച്ചിട്ട് പോകാം. ഇവരെ കുറിച്ച് എന്ത് ധാർമ്മികത, എന്ത് മനുഷ്യത്വം. അതെ അതെ അതെ. ഇപ്പൊ ഒരു സംവാദത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സംവാദം ഏറ്റെടുക്കാൻ നാസ്തികർക്ക് സംഘടനയുണ്ട്, കൂട്ടായ്മയുണ്ട്. പക്ഷെ വയനാട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രളയത്തിലോ ഒരു നാസ്തികരുടെ ഒരു കൂട്ടായ്മനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. എല്ലായിടത്തും എല്ലാ മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള പ്രവർത്തകരും അവരുടെ സന്നദ്ധ സേവകരും ഒക്കെ അവിടെ സ്ഥിരം ക്യാമ്പ് ചെയ്തിട്ട് അല്ലേ, അവരുടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ട് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ എന്താ വെച്ചാല് എന്താണ്, പ്രേയും വേണം, പേയും വേണം, പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം. അപ്പോൾ വിശ്വാസികൾ പലപ്പോഴും ആദ്യം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക, അതിൻ്റെ തൊട്ടു പിറകെ അവർ പ്രവർത്തിക്കും. അപ്പോൾ പ്രാർത്ഥനക്ക് ആദ്യം മുൻഗണന കൊടുക്കുമ്പോൾ നാസ്തികർക്ക് ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന ഒരു ആത്മീയമായ കാര്യമാണല്ലോ. ആ ആത്മീയതക്കൊരു വശമുണ്ട്, ദൈവമുണ്ട്, അതേപോലെ തന്നെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അപ്പോൾ അവിടെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ആശയം പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധമാണ് പ്രാർത്ഥന. പരീക്ഷണങ്ങളെ അവൻ നേരിടുന്നത് പ്രാർത്ഥന കൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ. അവന് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെ പ്രാർത്ഥന കൊണ്ടല്ലാതെ തടുക്കാൻ കഴിയില്ല. അപ്പോൾ പ്രാർത്ഥന പ്രഥമമായ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. എന്ന് വിചാരിച്ച ഒരാൾ പ്രാർത്ഥിച്ച് മാത്രം ഇരിക്കുക. ഉദാഹരണത്തിന് ഒരാൾക്ക് രോഗം വന്നു, അയാൾക്ക് രോഗിയായപ്പോൾ അയാൾ പറയണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല, എനിക്ക് രോഗം പ്രാർത്ഥന കൊണ്ട് മാറിക്കോളും. നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ടല്ലോ, അതായത് പ്രാർത്ഥനാ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, പ്രാർത്ഥന കൊണ്ട് രോഗം മാറും, അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അവിടെ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനത്തെ കൂടി അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, സബബാക്കി വെക്കുന്നുണ്ട്, കാരണമാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മരുന്നൊന്നും എനിക്ക് വേണ്ട, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപകരമായ ഒരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്ന് കഴിക്കാൻ പറഞ്ഞു, അള്ളാഹു എല്ലാ രോഗത്തിനും മരുന്നിറക്കിയെന്ന് പറഞ്ഞു, നിങ്ങൾ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്ന് കഴിച്ചു. അപ്പോൾ പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം. ഇപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, ഈ ദുരന്ത ഭൂമിയിൽ ദുരന്ത നിവാരണം, അതേപോലെ തന്നെ പുനരധിവാസം, അതേപോലെ തന്നെ പാവപ്പെട്ടവരെ സഹായിക്കൽ, വീട് വെച്ച് കൊടുക്കൽ, പൈസ ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കൽ, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കൽ, അതൊക്കെയാണല്ലോ ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യാനുള്ളത്? ഒരുപാടുണ്ട്. നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധാർമ്മികത എന്ന് പറഞ്ഞാൽ അവരുടെ നിഘണ്ടുവിലില്ല. അവരുടെ നിഘണ്ടുവിൽ ധാർമ്മികത എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് ഞാൻ പറയുന്നില്ല. ഒരു മാനുഷികത എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് നാസ്തികർക്കില്ല. പക്ഷേ ഇസ്ലാം അവിടെ മാനുഷികതയും ധാർമ്മികതയും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വിശ്വാസി ആരാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരാരാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ. അത് 5 നേരം പള്ളിയിൽ നിസ്കരിച്ചിട്ട് പള്ളിയിൽ തന്നെ കിടന്നുറങ്ങി പള്ളിയിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യനെ പറ്റി ആയിരിക്കും പറയുന്നത് നമ്മൾ വിചാരിക്കും.
പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യർ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യർ. ഇവരുടെ ഒരു എന്താ പറയുക ആശയമനുസരിച്ചിട്ടാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യൽ എന്താണ്, യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത കാര്യമാണ്. അതിൻ്റെ ആവശ്യമില്ല, നന്ദി വാക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കണോ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളാകണമെന്നാണ്. എന്നിട്ട് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടുന്ന മനുഷ്യരുണ്ടോ അവരുടെ ഓരോ പ്രയാസവും 1 by 1 ആയിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. കാരണം പ്രവാചകൻ്റെ ജീവിതത്തിൽ ഇതുണ്ടായിരുന്നു. പ്രവാചകൻ ഓരോന്ന് എണ്ണി പറഞ്ഞു. തക്ഷിഫു അൻഹു കുർബ, ഒരു മനുഷ്യൻ്റെ പ്രയാസം നീക്കുന്നതിൽ ഒരാളുണ്ടാകണം, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. ഔ തത്തുർദു അൻഹു ജൂഅ, ഒരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അവൻ്റെ പട്ടിണി എന്ത് ചെയ്യണം, മാറ്റിക്കൊടുക്കണം. ഔ തഖ്ലി അൻഹു ദൈന, കടം കൊണ്ടൊരാൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അവൻ്റെ കടം എന്ത് ചെയ്യണം, മാറ്റിക്കൊടുക്കണം. അപ്പോൾ ഓരോ പ്രയാസത്തെയും എണ്ണി പറയാൻ മൊത്തത്തിൽ ഒരു പ്രയാസമെന്ന ഒരു വാചകം കൊണ്ട് എന്ത് ചെയ്തില്ല, തീർത്തില്ല. മനുഷ്യൻ അനുഭവിക്കുന്ന പരീക്ഷണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു ഇവിടെയൊക്കെ എന്ത് ചെയ്യണം, ഒരു മുസ്ലിം മറ്റൊരാളെ സഹായിക്കണം. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, മതത്തെ കളവാക്കിയവനെ നീ കണ്ടില്ലേ എന്നല്ല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം സൂറത്തുൽ മാഊനിലാണ്. അതാ ആരെപ്പറ്റി അല്ല പറഞ്ഞത്? അല്ല പറയുന്ന അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ഈ 2 ആയത്ത് മാത്രം നമുക്ക് എടുക്കാം. ആ 2 ആയത്ത് അല്ല പറഞ്ഞെന്താ, യത്തീമിനെ തള്ളിക്കളഞ്ഞവൻ മതത്തെ കളവാക്കിയവനാണ്. ഒരു മുസ്ലിമാണ്, 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്, അവൻ യത്തീമിൻ്റെ മുതൽ, അനാഥയുടെ മുതൽ മോഷ്ടിച്ചിട്ടോ തിന്നിട്ടോ ആണ് അവൻ പോണതെങ്കിൽ അവൻ്റെ നിസ്കാരം അള്ളക്ക് വേണ്ട. അവൻ മതത്തെ കളവാക്കിയവനാണ്. മതത്തിൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്ത് ചൂഷണം നടത്തിയിട്ടുണ്ട്. അതേപോലെ വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, ഭക്ഷണം നൽകാത്തവരെന്നല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ പ്രോത്സാഹനം കാണിക്കാത്തവർ, അതിനോടൊരു ഉത്സാഹം ഇല്ലാത്ത ആളുകൾ, അവർ മതത്തെ കളവാക്കിയവരാ. മനുഷ്യരോടുള്ള കടമകൾ നിർവഹിക്കാനാണ്. പിന്നെ അത് ചെയ്താൽ പുണ്യം, അത് ചെയ്യാത്തവനെ മതത്തെ കളവാക്കിയവനായിട്ടാണ് ഖുർആൻ പറയുന്നത്. അതെ. കാരണം വെച്ചാൽ മതം എന്നുള്ളത് കേവലം മതത്തിൻ്റെ ആരാധനാ നിയമങ്ങൾ മാത്രമാണ് എന്ന് നാസ്തികർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മതം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വിശന്ന് ഇരിക്കുന്ന അമുസ്ലിമായ വിശ്വാസിയല്ലാത്ത ഒരു മനുഷ്യനെ സഹായിക്കലും അവന് വിശപ്പടക്കലും മതമാണ് എന്നവരറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ച് ഹിറാ ഗുഹയിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഭാര്യ ഖദീജ ബീവിയെ ആശ്വസിപ്പിച്ച വാക്കുകളുണ്ട്. അതാണ് ഇസ്ലാം. സ്വന്തം ഭാര്യ ആശ്വസിപ്പിക്കുകയാണ്, താങ്കൾ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊടുക്കുന്ന ആളാണ്, ഭാരം ചുമക്കുന്നവരുടെ ഭാരം ഇറക്കി വെക്കുന്ന ആളാണ്, കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. അതായത് ഒരു മനുഷ്യൻ ഏതൊക്കെ മേഖലകളിൽ ഇടപെടും ആ മേഖലകളിലെല്ലാം ഇടപെട്ട് ഒരു മാതൃകായോഗ്യനായ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മതമാണ് ഇസ്ലാം. ഇനി നമുക്ക് മറ്റൊരു സൂറത്തിലേക്ക് പോയാലേ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സൂറത്തുണ്ടല്ലോ, സൂറത്ത് മാഊൻ, അതിന് സമാനമായി ആശയം പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ബലദ്. അത് വയനാട് ദുരന്തവുമായി വളരെ ആപ്റ്റാണ്, വളരെ സ്യൂട്ടബിളായിട്ടുള്ളൊരു ആയത്താണ്. അള്ളാഹ് പറയുന്നുണ്ട് ഫലഖ് തഹമൽ അഖബ, അവൻ ചുരമാർഗം മലമ്പാത താണ്ടിക്കിടന്നില്ല, അല്ലെങ്കിൽ തിരക്കിക്കിടന്നില്ല. ഒരു വലിയ മലമ്പാതയാണ്, അതവൻ ആവേശത്തോടെ തിരക്കി താണ്ടിക്കടന്നില്ല. വമാ അദ്റാക മൽ അഖബ, എന്താണ് ആ ചുരമാർഗം, ആ മലമ്പാത? അള്ളാഹ് എണ്ണി പറയുകയാണ്. എന്താണ്? ഔ ഇത്ആമുൻ ഫക്കു റഖബ, ഒന്ന് അടിമയെ മോചിപ്പിക്കലാണ്. ഇസ്ലാം അടിമത്വത്തിൻ്റെ മതമാണെന്ന് പറയുന്നവർക്കൊക്കെയുള്ള മറുപടിയാണത്. ഒന്ന് അടിമ മോചനമാണ്. 2 ഔ ഇത്ആമുൻ ഫി യൗമിൻ ദീ മസ്ഗബ, ദാരിദ്ര്യമുള്ള സമയത്ത് ആ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകലാണ്. ഇന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ജീവിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമാണ്, അല്ലേ? യതീമൻ ദാ മഖ്റബ, കുടുംബബന്ധമുള്ള ഒരു അനാഥയെ ഭക്ഷിപ്പിക്കലാണ്. എത്രയോ അനാഥ മക്കൾ അവിടെ ഉണ്ട് വയനാട്ടിൽ, അല്ലേ? അപ്പം അനാഥകളെ സംരക്ഷിക്കൽ. അതുകൊണ്ടാണല്ലോ അനാഥരായ കുട്ടികൾക്ക് വേണ്ടി മുലപ്പാൽ കൊടുക്കാൻ ഞാൻ റെഡിയാണെന്ന് കേരളത്തിലെ കാരുണ്യം പറ്റാത്ത അമ്മമാർ തയ്യാറായിട്ട് വന്നത്. നാസ്തികരുടെ ഭാഷയിൽ അതും പാടില്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ധാർമ്മികത അല്ല എന്ന് പറയേണ്ടി വരും. അള്ളാഹ് വിശുദ്ധ ഖുർആൻ പിന്നെയും തുടർന്ന് പറഞ്ഞു, എന്താണ്?
അല്ല പറയാണ് ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്റബ യതീമൻ ദാ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്രബ. മണ്ണ് തിന്നുന്നൊരു മിസ്കീൻ എന്ന് പറഞ്ഞാൽ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്നൊരു മിസ്കീൻ, അവന് ഭക്ഷണം കൊടുക്കണം. അപ്പം ആലോചിക്ക്, ഭക്ഷണം എന്ന അടിസ്ഥാന കാര്യം ദരിദ്രർക്ക് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന സമയത്ത്, അന്ന് സമ്പന്നനും ഉണ്ടാവും കൂട്ടത്തിൽ. പ്രളയം വന്നപ്പോൾ ക്യൂ നിന്നതിൽ അല്ലേ, സ്കൂളുകളിലും അതേപോലെ ക്യാമ്പുകളിലൊക്കെ ക്യൂ നിന്നപ്പോൾ ആരൊക്കെ ഉണ്ട്? 2 നില വീട്ടിലും കാറും ബൈക്കും എല്ലാ സൗകര്യം ഉള്ളവരും ക്യൂ നിന്ന് ഒരു പ്ലേറ്റുമായിട്ട്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്റബ. അങ്ങനത്തെ ഒരു യൗമുണ്ട്. ഏതാ? ആളുകളെല്ലാവരും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നൊരു ദിവസം, അന്ന് ഭക്ഷണം കൊടുക്കണമെന്ന്. ഈ സൂറത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹ് പറയാണ് സുമ്മക്കാന മിനല്ലദീന ആമനു, പിന്നീട് അവർ വിശ്വസിക്കണം. വതവാസൗ ബിസ്സബ്ർ, സബർ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. വതവാസൗ ബിൽ മർഹമ, കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അപ്പോൾ ക്ഷമയുടെ, കാരുണ്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ നല്ലൊരു ഉദാഹരണം വയനാട് ദുരന്തഭൂമിയിൽ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് കക്ഷി രാഷ്ട്രീയമില്ലാതെ പ്രവർത്തിച്ചപ്പോൾ മാറി നിന്ന് ഈ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ നിസ്സഹായരായി മതത്തെയും അതിൻ്റെ അനുയായികളെയും ചീത്ത വിളിച്ചവരാണ് കേരളത്തിലെ നാസ്തികർ. അവർക്ക് ധാർമ്മികമായൊരു അവകാശവും ഇവരെ വിമർശിക്കാനില്ല. കാരണം മനുഷ്യത്വം പോലും അവരിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല, ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് ഈ നമുക്കറിയാം പ്രാർത്ഥന എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെ അത് മനസ്സെന്നുള്ളൊരു തേട്ട, അതൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴും വളരെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും മനുഷ്യൻ്റെ മനസ്സിന് ഒരു ഒരു കുളിർമ നൽകുന്നത് പ്രാർത്ഥനയാണ്. തീർച്ചയായും. എല്ലാത്തിനും എന്നെ സൃഷ്ടിച്ചൊരു ദൈവം, അതെ, എനിക്കെല്ലാം നൽകിയൊരു ദൈവം, അല്ലേ, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മറന്ന് അവനോട് സങ്കടങ്ങൾ പറയുമ്പോൾ, ആരില്ലാത്തൊരവസ്ഥയിൽ, ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ആ സങ്കടങ്ങളാണ് പറയുമ്പോൾ അത് മനസ്സിന് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. തീർച്ചയായും. ആ ആശ്വാസം അത് ചെയ്യണ്ടെന്നാണ് ഇപ്പോൾ ഒരു നാസ്തികർ പറഞ്ഞത്. ഇവർക്കിത് പറഞ്ഞതിൽ എന്ത് നേട്ടമുള്ളത്? അല്ല, ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും കാര്യമാണോ? ജനങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടുന്ന കാര്യം അത് നിങ്ങൾ ചെയ്യണ്ട. വല്ലാത്ത കഷ്ടം. മാനസികാവസ്ഥ നോക്കി ഈ ഒരു അവസ്ഥയിലും അതിനെ കളിയാക്കുന്ന, അല്ലേ, ആ ഒരു പ്രാർത്ഥനയെ കളിയാക്കുന്ന ഒരു മാനസികാവസ്ഥ വളരെ വൃത്തികെട്ട ഒരു മനസ്സായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ കേരള സർക്കാർ ഇപ്പോൾ വയനാട് ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരന്ത ഭൂമിയിൽ അവിടുത്തെ ജനങ്ങളെ റീഹാബിലിറ്റേഷൻ ചെയ്യുമ്പോഴും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും രാജ്യത്തിൻ്റെ പട്ടാളം സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട്, പോലീസ് സഹായിച്ചിട്ടുണ്ട്, എല്ലാ മതസംഘടനകളും സഹായിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ ചിലപ്പോൾ ആ ഊരിൽ താമസിക്കണ ഏതെങ്കിലും ഒരു കാടിൻ്റെ മക്കളായി ജീവിച്ച മനുഷ്യർ പോലും എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് സഹായം നാസ്തികർ കൊടുത്തു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സർക്കാരിന് ഇവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ, അല്ല, ഇവരെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഇറക്കണത് തന്നെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, യൂട്യൂബിൽ പൈസ വരുമാനം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ്. അതാണ് അവരുടെ ലക്ഷ്യം. അതെ. ഇന്ന് എന്ത് പറയും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടുവരിക. അപ്പൊ അതിലൂടെ ഒരു 14,000 പേര് കണ്ടാൽ അതുകൊണ്ട് എന്ത് ചെയ്യാം? ജീവിച്ചു പോകാന്നുള്ളത്. പിന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി, ഈ നാസ്തികരുടെ ഒരു പൊതുവായൊരു രീതിയാണ് അവരുടെ കുടുംബ പശ്ചാത്തലവും അവരുടെ ദാമ്പത്യ ജീവിതവും അവരുടെ സാമ്പത്തിക ഇടപാടുകളും അവരുടെ ഒരു സാമൂഹിക ജീവിതം ഉണ്ടല്ലോ, അത് വളരെ പരാജയമാണ് ആയിരിക്കും, അല്ലേ? പരാജയമായതുകൊണ്ടാകാം അവർക്ക് ഈ വിഷയത്തിനോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്തത്. നമ്മളത് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അവർ ചേർത്ത് പിടിക്കുമായിരുന്നു. ആ സമയത്തെങ്കിലും അവരെന്ത് ചെയ്യൂല, ഇത് പറയൂല. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഈ സമയത്ത് ഈ ചർച്ച വേണോ എന്നൊക്കെ നമ്മൾ ചില കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറയേണ്ട ഒരു സമയമല്ല, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയേണ്ട ഒരു സമയമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന സമയത്തും തൻ്റെ ആശയം പറയാൻ ശ്രമിക്കുന്ന നാസ്തികൻ എത്രമാത്രം മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യരായിരിക്കും, അല്ലേ? അവരിപ്പോൾ മനുഷ്യരെന്ന് നമുക്ക് വിളിക്കാൻ പറ്റൂല്ല എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നാസ്തികർ ഒരു ദുരന്തമാകുന്ന. അതെ. ഏതായാലും കേരളത്തിലെ മതവിശ്വാസികൾ, വിശിഷ്യ മുസ്ലിമീങ്ങൾ, ഈ നാസ്തികരുടെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൃത്യമായി ഇസ്ലാമിനെ അവരെന്ത് ചെയ്യണം? പഠിക്കണം. കാരണം സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്?
ഇവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ നാസ്തികതയിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന അയ്യൂബ് മൗലവി. അയ്യൂബ് മൗലവിനെ നല്ലൊരു ഉദാഹരണമായിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം അയ്യൂബ് മൗലവി ഇസ്ലാം പഠിച്ച ആളാണ്, പക്ഷെ നാസ്തികതയിലേക്ക് പോയി, നാസ്തികനായിട്ട് പുസ്തകം എഴുതി, എന്നിട്ട് അദ്ദേഹം അത് വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു പോരുക. ഡിബേറ്റ് വരെ നടത്തിയ ആളാണ്. അതെ അതെ. അപ്പോൾ ഇസ്ലാമിനെ നന്നായി പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനെ സംബന്ധിച്ച് നന്നായി പഠിക്കണം. കാരണം ഏറ്റവും കൂടുതൽ യുക്തിവാദികളും നിരീശ്വരവാദികളും നമ്മുടെ മനസ്സിനെ തെറ്റിക്കാൻ വേണ്ടി അള്ളാഹുവിനെ പറ്റി തെറ്റായ ചില ഫ്രെയിമുകൾ കൊണ്ടുവന്ന് വെക്കും. ശരിക്കും അത് ഒരു വിഷയവുമായി ബന്ധമില്ലാത്തതായിരിക്കും, പക്ഷെ നമ്മുടെ ചിന്തകളെ അവരെന്ത് ചെയ്യാണ്, നമ്മുടെ ചിന്തകളെ അവർ വിലക്ക് വാങ്ങുകയാണ്. നമ്മൾ പോയി ഇരുന്ന് കൊടുക്കരുത്. നമ്മുടെ സമയം അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യും, ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും നമുക്ക് കേരളത്തിലെ ജനതയ്ക്ക് ഈ ഒരു സമയം നമ്മളിങ്ങനെ സംസാരിച്ച് പല വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് അവരുടെ ഒരു പ്രതികരണം വളരെ മോശമായതുകൊണ്ട് ഈ ഒരു സംസാരം ഒരു അനിവാര്യമാണ് എന്ന ബോധ്യപ്പെടലിലൂടെയാണ് നമ്മളിങ്ങനെ ഒന്നിരുന്ന് സംസാരിക്കാൻ ഉണ്ടായത്. എന്തായാലും അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അതെ അതെ, ആമീൻ ആമീൻ. വലിയ ദുരന്തത്തിൽ ധാരാളം ആളുകൾ അവരുടെ കഷ്ടപ്പാടുകളും അതേപോലെ തന്നെ അവരുടെ ഉറ്റ ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായിട്ടും വളരെ ഒരു വേദനാജനകമായ ഒരു മാനസികാവസ്ഥയിലൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ അതെ അതെ. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ഈ ഒരു സംസാരം. ഈ ഒരു സമയം അള്ളാഹു സ്വാലിഹായ മലായി സ്വീകരിക്കുമാറാകട്ടെ. സമൂഹത്തിനും അതേപോലെ തന്നെ മുഴുവൻ ജനങ്ങൾക്കും ഈ ഒരു സംസാരം ഒരു വെളിച്ചമാകട്ടെ, ഒരു വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.